ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ അജയകുമാർ. ആർക്കെങ്കിലും അറിയുമോയെന്നൊരു അറിയില്ല, എവിടെയെങ്കിലും വെച്ച് ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ലെന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽ ഹസ്ബൻഡറിയുമായിട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായിട്ടൊക്കെ വളരെ പരിമിതമായിട്ടുള്ള എക്സ്പീരിയൻസേ എനിക്കുണ്ടായിട്ടുള്ളൂ. എന്തായിരുന്നാലും ഈ വിഷയത്തിന്മേൽ നിങ്ങൾക്ക് സംശയം വരുമോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ട് ടോപ്പിക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും 2 മണിക്കൂർ ടൈം കൊണ്ട് തീർക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ 2 രീതിയിലെടുക്കാം. ഇപ്പോൾ ഈ ഹാൻഡിലിംഗ് ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ ഡീൽ ചെയ്യുന്ന കാര്യം KCS ആൻഡ് CCA റൂൾസാണ്, അല്ലേ? അപ്പം KCS ആൻഡ് CCA റൂൾസും പിന്നെ അതുപോലെ തന്നെ MDPയും മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സും, ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലായിട്ട് വേണം എനിക്ക് ക്ലാസ്സിലോട്ട് കടക്കാൻ. ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് MDP ആണ്. നിങ്ങൾക്ക് വേണ്ടത് KCS ആൻഡ് CCA ആണോ അതോ MDP ആണോ? എന്താണ് അഭിപ്രായം വല്ലതും ഉണ്ടോ? ഞാൻ കുറച്ചുകൂടെ അങ്ങടെ നിങ്ങളുടെ അടുത്ത് നടുക്കോട്ട് വരാമെന്ന് തോന്നുന്നു. എന്താണ് KCS ആൻഡ് CCA, അല്ലേ? മനസ്സിലായി. അതാണ് ഈ ആശയക്കുഴപ്പം. എന്താണെന്ന് നമുക്കറിയാൻ വയ്യ. KCS ആൻഡ് CCA എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? MDP എന്താണ്? ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് രണ്ടും ഒന്നാണോ രണ്ടാണോ, അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം. ഇത് രണ്ടും നമുക്ക് വേണ്ടതാണ്. KCS ആൻഡ് CCA അതുപോലെ തന്നെ മറ്റേതും ആവശ്യമാണ്, MDP. എന്ത് കാര്യത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ ഒരു വകുപ്പ് തല നടപടിക്ക് വിധേയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ശിക്ഷ എന്താണ്, അതിനുള്ള റെമഡി എന്താണ്, അങ്ങനെയുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്ന KCS ആൻഡ് CCAയിൽ പറയുന്നത്. അതായത് കേരള സിവിൽ സർവൻസ്, ഒന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, ഒന്ന് ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ മീൻസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെലിങ്ക്വൻസീസ്. ഏതൊക്കെയാണ് കുറ്റം? അത് 2 രീതിയിലുണ്ട്. മേജർ ആൻഡ് മൈനർ എന്ന് പറഞ്ഞുകൊണ്ട് 2 ക്ലാസിഫിക്കേഷനുണ്ട്, അല്ലേ? അപ്പം ആദ്യം KCSൽ അതാണ് പറഞ്ഞത്. ആദ്യം ക്ലാസിഫിക്കേഷൻ, പിന്നെ കൺട്രോൾ, അല്ലേ? ആ കൺട്രോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ നിയമത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ക്ലാസിഫിക്കേഷൻ, കൺട്രോൾ രണ്ടാമത്തെ ആസ്പെക്റ്റ്. അതെന്താണ്? ഒന്ന് നിങ്ങളും കൂടെ ഇത് പറഞ്ഞാലേ എനിക്ക് എങ്ങനെ ഡെലിവറി ചെയ്യണം എന്നുള്ള ഒരു ഇത് കിട്ടത്തുള്ള ഐഡിയ. യെസ്, കൺട്രോൾ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. അതായത് ഹൂ ഈസ് ദ അതോറിറ്റി ടു ടേക്ക് എ കോൾ ഓൺ ഡിസിപ്ലിനറി ആക്ഷൻ ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി ഡെലിഗേറ്റഡ്. ഡെലിഗേഷനും അതോറിറ്റിയും ഡിസൈഡ് ചെയ്യുന്നതാണ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ അപ്പീൽ എന്ന് പറയുമ്പം ആ അപ്പീലിൽ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അപ്പീൽ കൊണ്ട്, ആർക്കാണ് അപ്പലേറ്റ് അതോറിറ്റി, ആരാണ്, എത്ര തരം അപ്പീലുണ്ട്, അതുപോലെ റിവ്യൂ ഉണ്ട്. ഈ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്ന KCS ആൻഡ് CCA. പക്ഷേ ഇത് ആസ് ബീയിങ് എ പബ്ലിക് സെർവൻറ്റ് ഹൂ ഈസ് സപ്പോസ് ടു ഫേസ് എ ഡിസിപ്ലിനറി ആക്ഷൻ ഓൺ KCS ആൻഡ് CCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നേരിടുന്ന ഒരാളിന് ആ ചട്ടം മനസ്സിലാക്കണം. പക്ഷേ അത് കണ്ടക്ട് ചെയ്യുന്ന ആളിനോ എന്തറിയണം? ഹൗ ഇറ്റ് ഹാസ് ടു ബി കണ്ടക്റ്റഡ്, അല്ലേ? അതാണ് മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്. പിടികിട്ടിയ വ്യത്യാസം? ഇങ്ങനൊരു വേർതിരിവിനെ കുറിച്ചിട്ട് അറിയാമായിരുന്നോ ഇല്ലയോ? ഇതാണ് കാര്യം. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി
ഇതൊരു ചെറിയ ഭരണഘടനയാണെന്ന് വിചാരിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരു ഭരണഘടനയാണെന്ന് പറയാൻ കാര്യം? രാജ്യത്തെ ഭരണഘടന, ലിഖിതമായിട്ടുള്ള ഒരു ഭരണഘടന നിലവിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ, അല്ലേ? അതിനനുസരിച്ചിട്ടാണ് ഓരോ എൻറ്റിറ്റിയും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അതിന് സ്ഥായിയായിട്ടുള്ള ഒരു ഭാവമാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, ഇല്ലേ? അതായത് നമ്മൾ എങ്ങനെയൊക്കെ ഹൗ മച്ച് വി ആർ അക്കൗണ്ടബിൾ ടു പബ്ലിക്, ഇതിനൊരു നിയതമായ രീതി വേണം. ആ നിയതമായ രീതി ലിഖിതമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നത് എവിടെയാണ്? ശിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നതാണ് ഏത്? നിങ്ങൾ പറഞ്ഞ KCS ആൻഡ് CCA ഏത് രീതിയിലായിരിക്കും. ഇനി അങ്ങനെ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ട രീതിയെക്കുറിച്ചിട്ടാണ് മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിനകത്ത് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് മൂന്നും പരസ്പരം റിലേറ്റഡാണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു എൻക്വയറി ഓഫീസർ ആരാണെന്നും അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ആരാണെന്നും ഡിസിപ്ലിനറി അതോറിറ്റി ആരാണെന്നും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളുമാണ് KCS ആൻഡ് CCA പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഊന്നൽ കൊടുക്കുന്നത് MDP ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശിക്ഷാ നടപടിക്ക് വിധേയനാകാവുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ശിക്ഷാ നടപടിക്കുള്ള പ്രൊസീജിയർ എന്താണെന്നുള്ളതാണ് ഇത്. അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ CRPC ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. CRPC എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആക്ഷൻ ആണല്ലോ മറ്റേത്. ആ ക്രിമിനൽ ആക്ഷൻ്റെ നടപടികൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ലിഖിത നിയമമാണ് CRPC. അത് ഇനി സിവിൽ കേസുകൾ ഡീൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് പറയുന്നതാണ് സിവിൽ പ്രൊസീജിയർ കോഡ്, ഇല്ലേ? അതുപോലെ ഡിസിപ്ലിനെ കുറിച്ച് വെച്ചിട്ട് അത് ഡീൽ ചെയ്യുന്ന സാധനമാണ് മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഡീൽ ചെയ്യേണ്ടത്, ആ ഡീൽ ചെയ്യുന്ന കാര്യത്തിനാണ് ഞാനിവിടെ ഊന്നൽ കൊടുക്കുന്നത്. അതായത് സാധാരണ നിങ്ങളുടെ എല്ലാം കീഴുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ ഒരു നടപടിക്ക് വിധേയമാകുമ്പോൾ ആ നടപടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയെല്ലാം സ്റ്റാർട്ട് ചെയ്യാം, അത് ഏത് ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു ടോപ്പിക്ക് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റാണ്. ഞാൻ ഇത് PPT ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കഴിയുമ്പോഴത്തേക്കും തന്നെ കാര്യം ഇത് ഡിവിഷണൽ അക്കൗണ്ടൻസിന് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഇതേ ടോപ്പിക്കായിരുന്നു ഡിസിപ്ലിനറി ആക്ഷൻ. അപ്പോൾ അത് അവരും 2 മണിക്കൂറാണ് തന്നത്, അത് 4 മണിക്കൂറായിട്ട് നീണ്ടു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ താഴെ ലെവലിൽ നിന്ന് എനിക്ക് തുടങ്ങേണ്ടി വന്നതുകൊണ്ടാണ്. അപ്പോൾ അത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ റിക്രൂട്ട്സ് ആണെങ്കിൽ അത്രയും നമ്മൾ പെയിൻ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. പിന്നെ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാലേ എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഇത് ഗുണകരമാണോ അല്ലയോ എന്ന് പറയാൻ പറ്റും, അറിയാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് MDP ഇതിൻ്റെ ഇടയിൽ ഞാൻ ലിങ്ക് ചെയ്ത് ചിലപ്പോൾ കാര്യങ്ങൾ പറയും. നിങ്ങൾ ഒന്നും ഇത് തന്നെയാണ് KCS ആൻഡ് CCA പറഞ്ഞിരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ പ്രൊസീജിയറാണ്. അതായത് KCSൽ പറയുന്ന ഒരു കാര്യം സസ്പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് KCSനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സസ്പെൻഷൻ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ വരും എന്നുള്ളതാണ്. സിവിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് വേറെയുണ്ട്. അതല്ലാതെ KCS ആൻഡ് CCA അല്ലാതെ സംസ്ഥാന സർക്കാരിൽ വേറെ ഏതെങ്കിലും ശിക്ഷണ നടപടികൾക്ക് മറ്റേതെങ്കിലും ചട്ടമുണ്ടോ? അല്ല, ശിക്ഷണ നടപടികൾക്ക് വേറെ ഏതെങ്കിലും ചട്ടമുണ്ടോ? കേസ് അത് വേറെ. ശിക്ഷണ നടപടികൾക്കെന്നാണ് പറഞ്ഞത്. അച്ചടക്കത്തിൻ്റെ നടപടികളെ സംബന്ധിച്ചിട്ട് KCS അല്ലാതെ ഏതെങ്കിലും ചട്ടമുണ്ടോ? സിമിലറായിട്ടുള്ള ഒരു ചട്ടമുണ്ട്. അത് പോലീസിന് മാത്രമായിട്ടുള്ള ചട്ടമാണ്. ആ ചട്ടക്കൂടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതേതാ? കേരള അല്ല, പോലീസ് മാനുവൽ അല്ല, കേരള പോലീസ് ഇൻക്വയറി, പണിഷ്മെൻറ്റ്
ആൻഡ് അപ്പീൽ റൂൾസ്, KPDIP എന്ന് പറഞ്ഞിട്ട് പറയും, കേരള പോലീസ് ഇൻക്വയറി പിന്നെ എന്താണ് പണിഷ്മെൻറ്റ് ആൻഡ് അപ്പീൽ റൂൾസ്, KPDIP എന്ന് പറഞ്ഞിട്ടൊരു ചട്ടമുണ്ട്. വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇവിടെ 15ഉം 16ഉം പറയുന്നുണ്ട് അല്ലേ. 15ഉം 16ഉം എന്താണെന്നറിയോ? ഓ, മൈനർ പണിഷ്മെൻ്റ് ഏത് റൂളാണ്? 15. മേജർ പണിഷ്മെൻറ്റ് 16 അല്ലേ. KCS ആൻഡ് CCAയിൽ 15ഉം 16ഉമാണ് ചട്ടം ശിക്ഷ നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. 15 എന്ന് പറയുന്നത് ഫോർമൽ എൻക്വയറി എന്നൊരു വാക്കാണ്. ഫോർമൽ എൻക്വയറി അത് അതിനകത്ത് ചട്ടത്തിനകത്തൊന്നും പറഞ്ഞിട്ടില്ല, ഫോർമൽ എൻക്വയറിയാണ്. 16നകത്ത് എന്തോ 15നകത്ത് മൈനർ, 16നകത്താണ് ഗ്രേവ്. അപ്പോൾ അതിനകത്താണ് ഫോർമൽ എൻക്വയറി ഉള്ളത്. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യമാണ് 15ഉം 16ഉം ചട്ടത്തിന് വിധേയമായിട്ടാണ് ശിക്ഷണ നടപടികൾ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കുന്നത്. ഒന്നുകിൽ ചട്ടം 15 പ്രകാരം നടപടിയെടുക്കാൻ പറയും, അല്ലെങ്കിൽ ചട്ടം 16 പ്രകാരം. ഈ ചട്ടം 15 എന്താണ്, 16 എന്താണ്? ഞാൻ ആദ്യമേ ഇവിടെ തന്നെ പറഞ്ഞു, 15 എന്ന് പറയുന്നത് മൈനർ പണിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം എന്താണ് അല്ലേ. ഈ നടപടിക്രമം എന്താണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നടപടിക്രമം അറിയണമെങ്കിൽ എവിടെ പോകണം? MDP പറഞ്ഞുതരാം, മനസ്സിലാക്കുക. അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാം. ഞാൻ അതിലെത്തിയില്ല. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ KCS ആൻഡ് CCAയിൽ ആകെ 2 ചട്ടത്തിനനുസരിച്ചിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾക്ക് വിധേയമാകുന്നത്. ഒന്ന് 15 സെക്ഷൻ 15 പ്രകാരമുള്ളത്, ഒന്നും എഴുതിയെടുക്കണ്ട, ഈ സ്ലൈഡ് ഷെയർ ചെയ്ത് തരാം. 15, 16 ഇതാണ് അതിനകത്തുള്ളത്. 15 പ്രകാരം മൈനർ നടപടികൾക്ക് വിധേയമാകേണ്ട കുറ്റകൃത്യങ്ങളിലുള്ളവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഇപ്പുറത്തുണ്ട്, MDPയിലുണ്ട്. ഓക്കെ. 16 പ്രകാരം മേജർ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷനുണ്ട്. എങ്ങനെയാണ് മൈനറാണോ മേജറാണോ എന്ന് അറിയുന്നത് അല്ലേ. അതല്ലേ ഇവിടെ ചോദിച്ചത്, പറയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് തന്നെ ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു പോയിട്ട് എനിക്ക് നിങ്ങൾക്ക് അതാണ് ഞാൻ ചോദിച്ചത്. ആദ്യമേ ഞാൻ ഇത് ചോദിക്കാൻ കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ അങ്ങ് അറ്റം വരെ പോകണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചോദിച്ചത്. അപ്പം അതിനാണ് ഈ ഡിസ്റ്റിങ്ഷൻ അറിയാവോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന അച്ചടക്ക നടപടി KCS ആൻഡ് CCA ചട്ടപ്രകാരം ചട്ടം കോട്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. 15 പ്രകാരമുള്ള നടപടിക്ക് വിധേയമാകണം, അല്ലെങ്കിൽ 16 പ്രകാരമുള്ള നടപടി സ്വീകരിക്കാൻ പറയും. അങ്ങനെയായിരിക്കും പ്രൊസീഡിങ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 15 പറയുന്നതാണെങ്കിൽ ചാർജ് മെമ്മോ എങ്ങനെ കൊടുക്കണം, 16 പ്രകാരമുള്ള ചാർജ് മെമ്മോ എങ്ങനെ കൊടുക്കണം, അതെല്ലാം പറയുന്നതാണ് മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് KCSനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നടത്തുന്ന ആൾക്കാർക്ക് മാനുവൽ. ഇതിൻ്റെ വീഴ്ച എന്തു പറ്റും? ഇതിൻ്റെ ചട്ടപ്രകാരമല്ല നമ്മളൊരു എൻക്വയറി നടത്തുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അയാൾക്കെതിരെയുള്ള എന്തൊക്കെ എഫേർട്ട് ഇട്ടോ അതെല്ലാം വെള്ളത്തിൽ വരച്ച വരെയായി പോകും. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയാൽ പ്രൊസീജിയർ ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് ആ എൻറ്റയർ പ്രൊസീജിയറെ കോഷ് ചെയ്ത് കളയും. അപ്പോൾ പിന്നെ എന്തെങ്കിലും റെമഡി ഉണ്ടോ? ആദ്യം മുതലേ തുടങ്ങണം. റെമഡി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പ്രൊസീജിയർ ലാബ്സിൻ്റെ കാര്യം പറഞ്ഞു വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഡെലിങ്ക്വൻ്റ് ഓഫീസറെ കോടതി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലോ ആരെങ്കിലും കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടെങ്കിൽ, നടപടിക്രമങ്ങൾ അസാധുവാക്കിയിട്ടുണ്ടെങ്കിൽ, കുറ്റവിമുക്തനല്ല, നടപടിക്രമങ്ങൾ അസാധുവാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും തുടരാം. പക്ഷേ പ്രോപ്പർ പ്രൊസീജിയർ പിന്നെ ഫോളോ ചെയ്ത് പോകണം. ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? സ്വാഭാവികമായിട്ട് ഫാക്ട് ഫൈൻഡിങ് ആയിരിക്കണം. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എൻഷുർ ചെയ്തിരിക്കണം അല്ലേ. നിരപരാധി ഒരിക്കലും കുറ്റവാളിയാണെന്ന് കണ്ടെത്തൽ ഒരു എൻക്വയറി ഓഫീസർ നടത്തരുത്. അതുപോലെ തന്നെ എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. അപ്പോൾ അവിടെ ഒരു കാര്യം, എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. ഞാൻ കണ്ടിരിക്കുന്നത് വിജിലൻസിൻ്റെ പല ശുപാർശകളിലും എൻക്വയറി നടത്തിയിട്ട് കുറ്റവിമുക്തരാക്കി കണ്ടിട്ടുണ്ട്. അതിന്മേൽ എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ വിജിലൻസിന്?
വിജിലൻസ് പറഞ്ഞു ഡിസിപ്ലിനറി ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻക്വയറി ഓഫീസറെ വെച്ചിട്ട് അയാളെ കുറ്റവിമുക്തനാക്കി. ആ എൻക്വയറി ഓഫീസർ പറഞ്ഞു ഇയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷേ അത് ഫൈനൽ ഡിസിഷൻ എപ്പോഴേ എടുക്കാൻ പറ്റൂ? വിജിലൻസിൻ്റെ കൺകറൻസ് ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റൂ. അപ്പോൾ പ്രൊവിഷണൽ ഓർഡർ ആയിരിക്കും കൊടുക്കുന്നത്. കൺകറൻസിന് വേണ്ടിയിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ ഡീൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളുടെ കയ്യിൽ ഈ സാധനം വന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? ഇതെല്ലാം മെറ്റിക്കുലസ് ആയിട്ട് നോക്കും. അതായത് പ്രൊസീജിയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് എവിടെയാണ് എൻക്വയറി ഓഫീസർക്കാണോ തെറ്റിയത് അതോ വിജിലൻസിനാണോ തെറ്റ് പറ്റിയതെന്ന് നോക്കും. വിജിലൻസിന് തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും റിവേർട്ട് ചെയ്യാൻ പറയും. എന്നുവെച്ചാൽ നിങ്ങളുടെ ഓർഡർ തെറ്റാണ്, കാര്യകാരണ സഹിതം പറയും. പക്ഷേ അത് സാധാരണഗതിയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടായി കണ്ടിട്ടില്ല. പക്ഷേ ഒരു കേസിനകത്ത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, മിന്നൽ പരിശോധന എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാം. വിജിലൻസ് ഒരു സ്ഥലത്ത് പോയി ഉച്ച സമയത്ത് പോയി പരിശോധന നടത്തി. സർക്കാർ ഉദ്യോഗസ്ഥനായ സ്കൂളിലെ സാറ് ട്യൂഷൻ എടുക്കുന്നു. അപ്പോൾ വിജിലൻസ് ചെന്ന് കണ്ടിട്ട് ഇയാൾ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കണ്ടുപിടിച്ചു. ആ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. അത് കഴിഞ്ഞ് വെച്ചിട്ട് അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടിക്ക് വിധേയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ അന്വേഷിച്ച് വെച്ചിട്ട് പറഞ്ഞു ഇയാൾ അവിടെ ക്ലാസ് എടുക്കുന്നതായി യാതൊരു തെളിവും ഇല്ല, വിജിലൻസിൻ്റെ റിപ്പോർട്ട് തെറ്റാണ്. എന്തു പറഞ്ഞത്? വിജിലൻസിൻ്റെ റിപ്പോർട്ട് തെറ്റാണ്. ഇത് പുനഃപരിശോധന, അതായത് തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് വിജിലൻസിന് തിരിച്ചു തന്നു. നിങ്ങൾ ഒരു നിരപരാധിയായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥനെ, അയാളുടെ കണ്ടൻഷൻ എന്താണെന്നറിയോ? അയാൾ പറഞ്ഞിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ തൊട്ടടുത്ത സ്കൂളിൽ, ഞാൻ ജോലി ചെയ്തിരുന്ന സ്കൂളിൽ നിന്നും ഭക്ഷണം കഴിക്കാനായിട്ട് എൻ്റെ സഹോദരിയുടെ വീട്ടിൽ വന്നപ്പോഴാണ് വിജിലൻസ് സംഘം റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എന്നെ പിടിച്ച് കള്ളക്കേസിൽ ആ ക്ലാസ്സിൽ കൊണ്ടു നിർത്തി എന്നെ കേസെടുക്കുമായിരുന്നു, എനിക്കെതിരെ ആരോപണം ചമച്ചതാണ് എന്നുള്ളതാണ് ഫൈൻഡിങ് എൻക്വയറി ഓഫീസറുടെ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നോക്കിയ എന്താ വെച്ച് കഴിഞ്ഞാൽ വിജിലൻസിന് തെറ്റുപറ്റിയാൽ ഞങ്ങൾ വളരെ ഗുരുതരമായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം കള്ളക്കേസ് ചമച്ചെങ്കിൽ വളരെ ഗുരുതരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ സംഭവം എൻ്റെ കയ്യിൽ തന്നു പരിശോധിക്കാനായിട്ട്. പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ, ആദ്യത്തെ കാര്യം. അപ്പോൾ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഉച്ച സമയത്ത് പോയി എന്ന് പറയുന്നത് ശരിയാണ്. ഉച്ചയ്ക്ക് പോയതിന് ശേഷം അവിടെ ക്ലാസ് എടുക്കുന്നത് കണ്ടു എന്ന് പറയുന്നതിന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? പരിശോധനയ്ക്കായിട്ട് സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാമല്ലോ ഞങ്ങളെന്താ ചെയ്യുന്നതെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ നോക്കാൻ പറയും. നോക്കിയിട്ട് കറക്റ്റാണോ, അതായത് ഞങ്ങൾ ബോധ്യപ്പെടുന്ന കാര്യം അവർക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ആളെയും കൂടെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. അത് ഞങ്ങളുടെ ഓഫീസർ അല്ല ചെയ്യുന്നത്, സ്വതന്ത്രമായിട്ടുള്ള ഓഫീസറാണ് ചെയ്യുന്നത്. അപ്പം സ്വതന്ത്രമായിട്ടുള്ള ഓഫീസർ തെറ്റാണെന്ന് പറയാനുള്ള കാരണങ്ങൾ നിരത്തിയിട്ടില്ല അല്ലേ? ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസറും അല്ല, വേറൊരു ഓഫീസറാണ്. അങ്ങനെ എന്തുകൊണ്ട് ഇത് തെറ്റെന്ന് പറഞ്ഞു? പിന്നെ എന്തുകൊണ്ടാണ് വിജിലൻസ് കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞത്? കള്ള കേസ് എന്നാണ് പറഞ്ഞത്. കള്ളവായിട്ട് ഇയാളങ്ങനെ അവിടെ ഒരു ക്ലാസ് എടുത്തിട്ടില്ല. അതിനുള്ള കാരണം എന്താണ്? അത് പറഞ്ഞിട്ടില്ല. അതായത് നമ്മളൊരു ഡിഫർ ചെയ്യുമ്പോൾ ഇത് എന്ന് വെച്ചാൽ ഒരു പ്രൊസീജിയർ, ഡിപ്പാർട്ട്മെൻറ്റൽ ഡിസിപ്ലിനറി ആക്ഷൻ ഡീൽ ചെയ്യുമ്പോൾ പ്രൊസീജിയർ ലാപ്സ് ആരെങ്കിലും ഒരാളുടെ നിഗമനം തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യകാരണ സഹിതം പറയണം. എന്തുകൊണ്ട് തെറ്റ്, എവിടെ തെറ്റ്, എങ്ങനെ തെറ്റുപറ്റി, അങ്ങനെ വിശദീകരിച്ച് പറയണം. എന്നാലേ റിബട്ട് ചെയ്യാൻ പറ്റും. ഒരു കണ്ടൻഷനെ നമുക്ക് എതിർക്കണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാര്യകാരണ സഹിതം വേണം. അതൊന്നുമില്ല. എന്നിട്ട് ഞാൻ തന്നെ അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായി പുറത്തു നിന്നുള്ള ഒരു ഓഫീസറെ കൊണ്ട് പരിശോധിച്ചിട്ട് ബോധ്യപ്പെട്ട കാര്യം ഇപ്പോൾ കളവാണെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ഉദ്യോഗസ്ഥനെ സഹായിക്കാൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് അയച്ചു. അയാൾ സസ്പെൻഷനായി. എൻക്വയറി ഓഫീസർ സസ്പെൻഷനിലായി. സഹായിച്ചു എന്നുള്ള
ആരോപണം. കാര്യം വെച്ചാൽ നമ്മൾ തിരിച്ച് ഗുരുതരമായ പ്രത്യാരോപണം ഉന്നയിച്ചു. പക്ഷേ ഇത് വായിച്ചു നോക്കുന്നവർ നമ്മൾ കാര്യകാരണ സഹിതം പറഞ്ഞു, ഞങ്ങൾ തെറ്റ് പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ വെറുതെ പോയി പിടിക്കേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. പിന്നെ മാത്രവുമല്ല, കുട്ടികളുടെ തന്നെ പേര്, ഇപ്പോൾ ഇത്രയും പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ആളിൻ്റെ പേര് ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഏത് സ്കൂളിൽ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ബോധ്യപ്പെടാതെ ഒരു എൻക്വയറി ഓഫീസർ എന്തുകൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് തെറ്റെന്ന് പറഞ്ഞു? മനസ്സിലായോ? അതെന്തുകൊണ്ടാണ്? ലാക്ക് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ്. അതായത് പ്രൊസീജിയറിനെ കുറിച്ചിട്ട് അറിയാൻ വയ്യായികയാണ് അയാളെ. എന്തോ ആര് അത് ഉറപ്പല്ലേ. അതായത് ഒരു ട്യൂഷൻ എടുക്കുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും, പ്രത്യേകിച്ചും വലിയ ട്യൂഷൻ സെൻ്ററുകാരുമായിട്ടുള്ള ഒരു ഇതിൽ റാങ്ക് ഫയലോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള എൻട്രൻസിൻ്റെ കോച്ചിങ് സെൻറ്റർ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് അയാളുടേതായിട്ടുള്ള സ്വാധീന വലയങ്ങളുണ്ടാകും. ഇപ്പോൾ എൻ്റെ മോനെ പഠിപ്പിച്ചതാണെങ്കിൽ ഞാൻ ചിലപ്പം ഒരു പിന്നെ നിങ്ങളാരെങ്കിലും ആണ് പഠിപ്പിച്ചതെങ്കിൽ സാറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മോനെ പഠിപ്പിച്ചതല്ലേ എന്ന് ഒരു ലീനിയൻ വ്യൂ എടുത്താൽ അല്ലേ സംഭവ്യമാണ്. ആ ലീനിയൻ വ്യൂ എന്തിനെടുത്തു? അത് സംശയാസ്പദമാണ്. അല്ലെങ്കിൽ അതിനെ വിജിലൻസ് തെറ്റായിരുന്നു എന്ന് സമർത്ഥിക്കാനുള്ള ഗ്രൗണ്ട് വേണം. ഇത് ഞാൻ പറഞ്ഞത് പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫാക്ട് ഫൈൻഡിങ് ആയിരിക്കണം എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഫാക്ട് ഫൈൻഡിങ്. അതുകൊണ്ടാണ് അത് ഞാൻ ഊന്നി പറയാൻ കാര്യം. ഓക്കെ, പിന്നെ വ്യത്യാസം ഇതെല്ലാം പറയുന്നത് ഒരു കോടതിയിൽ തെളിവ് കൊടുക്കുന്നതിൻ്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഡിപ്പാർട്ട്മെൻ്റൽ ഡിസിപ്ലിനറി ആക്ഷനുള്ള പ്രൊസീജിയറും. സെയിമാണ്, വ്യത്യാസമൊന്നുമില്ല. അത് പക്ഷേ ഒരു കാര്യം മാത്രം, വിധി പ്രഖ്യാപിക്കുമ്പോൾ കോടതിക്ക് ഒരു കുറ്റവാളി എങ്ങനെയാണ് കോടതി ഒരാളെ കുറ്റവാളിയായിട്ട് കാണുന്ന എപ്പോഴാണ്? സംശയാതീതമായി തെളിയിക്കണം. ഇവിടെ സംശയത്തിൻ്റെ അതീതമായി തെളിയിക്കേണ്ട ബാധ്യത ഒരു എൻക്വയറി ഓഫീസർക്കും ഇല്ല. പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയും, അത് മാത്രം മതി. സാധ്യതകൾ എതിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് ആ സാധ്യത ആണ് ആ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ എതിരെയുള്ള ചൂണ്ടുപലക. മനസ്സിലായോ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി, ഏതെല്ലാം സാധ്യതകളാണ് അയാളെ കുറ്റവാളിയാണെന്ന് സമർത്ഥിക്കാനിടയാകുന്ന സാഹചര്യം, അതിനെയാണ് പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അത് മാത്രം തെളിയിച്ചാൽ മതി. അല്ലാതെ അയാൾ അവിടെ വന്നിരുന്നോ, അയാൾ അവിടുന്ന് പുറത്തേക്ക് പോയോ, അയാൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ, ഇതൊന്നും തെളിയിക്കേണ്ട കാര്യമില്ല. അതായത് അയാൾ അവിടെ വന്നിരുന്നോ, സാധ്യതയുണ്ടോ, എന്തുകൊണ്ട് സാധ്യതയുണ്ട്, കാരണം അത് ഈ സാക്ഷികളെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ സാധ്യതയെല്ലാം ഇയാൾക്കെതിരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് നമ്മൾ കണ്ടിട്ടുമില്ല. പക്ഷേ സാധ്യതകളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ആരോപണം, പരാതിക്കാരൻ ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ നമുക്ക് മതിയായ ഗ്രൗണ്ടില്ല. ഞാൻ സബ്ജുഡീസ് ആയിട്ടുള്ള ഒരു കാര്യവും പറയത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതാണ്. നമുക്ക് പേരില്ലാതെ കുറച്ച് കാര്യങ്ങൾ പറയാമെങ്കിൽ ഞാൻ പറയാം. അതായത് ഒരാളുടെയും പേരോ എന്താണ് ഏതെങ്കിലും ലൈവായിട്ട് നടക്കുന്ന ഒരു സംഭവങ്ങളും ദയവ് ചെയ്ത് വലിച്ചിഴക്കരുത്. ഇതാ ഡേഞ്ചറസ് ആണല്ലേ. ആരുടെയും മുഖം കണ്ടിട്ട് ചതിയന്മാരൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. കൊടുക്കരുത്. എന്നോട് സ്നേഹമുള്ള ആൾക്കാർ ഇതിനകത്തുണ്ടല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് സമയം ഒട്ടുമില്ല. ഞാനൊന്ന് ഇപ്പം നാച്ചുറൽ ജസ്റ്റിസ് ഇതാണ്. നോ നീഡ് ഫോർ പ്രൂഫ് ബിയോണ്ട് ഓൾ റീസണബിൾ ഡൗട്ട്സ് ഓർ അതർവൈസ് എന്തായിരുന്നാലും ഇത് തരുന്നതുകൊണ്ട് ഞാൻ ഇനി അത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, ജനറൽ ആയിട്ടേ പോകത്തുള്ളൂ. പിന്നെ നിങ്ങൾ കുറച്ച് സമയം ഈ ചർച്ച ചെയ്യാനായിട്ട് എടുക്കാം. ഓക്കെ, ഇതാരെങ്കിലും നിങ്ങളാരെങ്കിലും എൻക്വയറി ഓഫീസറായിട്ട് ഇരുന്നിട്ടുണ്ടോ? 1, 2 ചെറിയ, നമുക്കത് മതിയല്ലോ. ചെറിയ കേസ്, വിജിലൻസിൻ്റെ വല്ല ട്രാപ്പ് കേസിനകത്തും പിന്നെ എന്താണ് നടപടി നേരിട്ട് ആരെങ്കിലുടെയും എൻക്വയറി നടത്തിയിട്ടുണ്ടോ? ഉണ്ടാ? സഹായിക്കാൻ വന്നതല്ല ഞാൻ ചോദിച്ചത്.
ഡിപ്പാർട്ട്മെൻറ്റിൽ DYSP-യാ? ആ ആ ആ വരുമാനം കിട്ടിയത്. ആ അല്ല, അതല്ല, അത് വേറെ കാര്യം. ഞാൻ അന്വേഷിച്ച ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ മാഡം അന്വേഷിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു കീഴുദ്യോഗസ്ഥൻ എന്തെങ്കിലും കൈക്കൂലി മേടിച്ചു എന്നുള്ള ഒരു ആരോപണമോ അല്ലെങ്കിൽ അയാൾ മോശമായി പബ്ലിക്കിനോട് പെരുമാറി എന്നുള്ള ആരോപണത്തിന്മേലോ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഡിസിപ്ലിനറി ആക്ഷൻ്റെ എൻക്വയറി ഓഫീസറായിട്ട് വന്നിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, 2 പേരുണ്ട്. വേറെ 3 പേരുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, അത്യാവശ്യമുണ്ട്. അതായിരുന്നു എനിക്കറിയേണ്ടത്. ശരി, നോക്കാം ഇനി പ്രൊസീജിയറിലേക്ക്. അതുകൊണ്ടാണ് പ്രൊസീജിയർ ശരിയായിരുന്നു എന്ന് ഇപ്പോൾ അറിയാം. സത്യസന്ധമായിട്ട് പറയണേ കേട്ടാ, എനിക്കിങ്ങനെ ഒരുപാട് തെറ്റുപറ്റി. പക്ഷേ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടെന്നറിയാവോ? ആരും ചലഞ്ച് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. നമ്മൾ വിചാരിച്ചു നമ്മളെല്ലാം ചെയ്തത്. ഇപ്പം ഞാനിത് കഴിഞ്ഞ ഒരു 2 വർഷമായി കാണും ഞാൻ ഇതിനകത്ത് ആഴത്തിൽ കയറി പരതാൻ തുടങ്ങിയിട്ട്. അത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥർ സുഹൃത്തുക്കളായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, സാറേ നിങ്ങൾ തന്നെ എനിക്കൊരു പണി തന്നു, ഇനി അത് ഇങ്ങനെയൊക്കെ ഒരു സാധനമുണ്ട്, എന്താ സാറേ അതിനകത്ത് തെളിവ് വല്ലതും ഉണ്ടോ, ഇങ്ങോട്ട് ചോദിക്കുന്ന സാഹചര്യം വരുമ്പോഴത്തേക്കും ഞാൻ പിന്നെ വേറൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങളുടെ ആൾക്കാർ തന്നെ തെറ്റ് ചെയ്താലും ഞാൻ ന്യായീകരിക്കത്തില്ല. സത്യസന്ധമായിട്ട് മാത്രമേ പറയാനുള്ള ഒരു ഇതുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ശരിയെന്ന് മാത്രം ആലോചിച്ച് ചെയ്യുന്നത് കൊണ്ട് നല്ല എനിക്കറിയാവുന്നുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമുക്ക് ബോധ്യമുള്ള ഒരാൾ നമ്മളോടൊരു കാര്യം ചോദിക്കുമ്പം നിങ്ങൾക്കങ്ങനെ സംഭവിച്ചോ, എന്താ വിഷയമെന്ന് അവരെന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പറയും. അപ്പോഴാണ് പറയുന്നത് ഇതാണ് സംഭവം എന്ന് പറയുമ്പം ഒന്നുമില്ല, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ നമ്മളത് പഠിക്കും. അങ്ങനെയാണ് ഈ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇത് തന്നെയാണ്. നമ്മൾ ഒരു എൻക്വയറി നടത്തിയത് കൊണ്ടൊന്നും ഒന്നും ആവത്തില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അച്ചടക്ക നടപടി ഉണ്ടാക്കി വെച്ചേച്ചിട്ട് സ്വയം തീർക്കുക കേട്ടോ. പഠിക്കും. നമ്മളുടെ ഇതിനകത്ത് നിങ്ങളുടെ എല്ലാ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നറിയാവോ? നമ്മളെന്തിനാ നമ്മുടെ കീഴുദ്യോഗസ്ഥനെ ദ്രോഹിക്കുന്നത്, അല്ലേ? അങ്ങനെയാണോ? എത്ര പേർക്ക് അങ്ങനെയാണ് അഭിപ്രായം? സാറേ എന്തിനെന്നെ വിളിച്ചത്? ഇതാണ് നമ്മുടെ സർക്കാർ സർവീസിൻ്റെ ശാപം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചടക്കം എന്ന് പറയുന്നത് പോലീസിൽ മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ അച്ചടക്കം പാലിക്കപ്പെടേണ്ടതാണ്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹെഡ് ഓഫ് ദ ഓഫീസായിട്ടിരിക്കുമ്പോൾ, യൂണിറ്റ് ഹെഡായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സബോർഡിനേറ്റ്സ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അൾട്ടിമേറ്റായിട്ട് വരുന്നത് ആർക്കെന്നറിയോ? ജനങ്ങൾക്കാണ്. ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ. അപ്പോൾ അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവസാനം ബാക്ക് ഫയർ ചെയ്യുന്നത് നമുക്ക് തന്നെയാണ്. അപ്പം നിർത്തേണ്ടവനെ നിർത്തേണ്ടിടത്ത് നിർത്തണം. ആ നിർത്തലാണ് നമുക്ക് ആവശ്യം, അഭിലഷണീയമായിട്ടും ഉള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നന്നായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതിൻ്റെ. എന്തായിരുന്നാലും എന്തുകൊണ്ടാണോ മോഹനേന്ദ്ര സാർ എന്നെ വിളിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തു തന്നെയായിരുന്നാലും അച്ചടക്കത്തിൻ്റെ കാര്യമായതുകൊണ്ട് എനിക്കൊരു ചെറിയ ആവേശമൊക്കെ ഉണ്ട്. കാര്യം നമ്മൾ പോലീസിലായിപ്പോയില്ലേ. പക്ഷേ ഈ അച്ചടക്കം കാര്യമായിട്ട് പരിഗണിക്കപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ പബ്ലിക് ഡെലിവറി സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തത്. അതെല്ലാ ഓഫീസിലുമുള്ള പ്രശ്നമാണ്. എൻ്റെ അടുത്ത് ചില ആൾക്കാർ വിളിച്ചേച്ചിട്ട് പറയും, സർക്കാർ ഉദ്യോഗസ്ഥർ, സാറേ എന്തെങ്കിലും വഴിയുണ്ടോ എൻ്റെ ഓഫീസിലൊന്ന് കയറാൻ? സത്യമായിട്ട് പറയുക. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പ്രശ്നം? അയ്യോ സാറേ എനിക്ക് നിയന്ത്രിക്കാൻ വയ്യ, ഒരു ഓയുണ്ട്, കള്ള് കുടിച്ച് ഉച്ചയ്ക്ക് ശേഷം കള്ള, സാറേ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ശരിയാക്കി തരണം. അപ്പം ഇത് നമ്മുടെ ലുക്കൗട്ടല്ല. അപ്പോൾ എന്ത് പറ്റുമെന്നറിയാവോ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഞങ്ങളുടെ വർക്ക് സഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നോക്കട്ടെ, ഞാൻ ഒന്ന് ശ്രമിക്കാം, പക്ഷെ എനിക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി അവിടേക്ക് പോയിട്ട് അവൻ്റെ അടുത്ത് ഊതടാന്നെങ്കിലും പറയും. വെള്ളം അടിച്ചിരിക്കും, മേലാൽ ഇനി അങ്ങനെ കാണാതിരിക്കാനെങ്കിലും വേണ്ടിയിട്ടുള്ള. പക്ഷെ അതുകൊണ്ട് നമ്മുടെ വർക്കിൻ്റെ ടൈമാണ് നിങ്ങൾ കാരണം കവർന്നെടുക്കപ്പെടുന്നത്.
അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കരുത്, അവനവൻ ചെയ്യാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് അച്ചടക്കത്തിൻ്റെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇനി അതിനകത്ത് പെനാൽറ്റീസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ റൂൾ 11 ഓഫ് KCS ആൻഡ് CC&A റൂൾസ് 1960. പക്ഷേ അതിനകത്ത് വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെനാൽറ്റി കുറിച്ചിട്ട് പറയുമ്പോൾ MDPയിലാണ് മേജർ ആൻഡ് മൈനർ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ KCSൽ നോക്കിക്കഴിഞ്ഞാൽ മേജർ മൈനർ എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? കുറേ പെനാൽറ്റീസ് അതിനകത്ത് എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻക്രിമെൻറ്റ് ബാർ, പിന്നെ സെൻഷർ മുതൽ തുടങ്ങും. സെൻഷർ, പിന്നെ ഇൻക്രിമെൻറ്റ് ബാർ വിത്തൗട്ട് ക്യുമുലേറ്റീവ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് KCS ആൻഡ് CCAയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ MDPയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതാണ് മേജർ പെനാൽറ്റി, ഏതാണ് മൈനർ പെനാൽറ്റി. ആദ്യം റൂൾ 11 ഓഫ് KCS ആൻഡ് CCA റൂൾ 1960. However, it was not mentioned which one is major and minor. അതിനകത്ത് 11-നകത്ത് നോക്കുമ്പം പണിഷ്മെൻറ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. KCS ഉണ്ട് ആരെങ്കിലും? ഭാഗ്യം. ഞാൻ പറയണതിൻ്റെ ഓതൻറ്റിസിറ്റി വെരിഫൈ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. പിന്നെ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 to 4 റൂൾ 11(1) ഓഫ് KCS ആൻഡ് CCA ആർ ടു ബി ട്രീറ്റഡ് ആസ് മൈനർ പെനാൽറ്റീസ്. 1 to 4, അതായത് 1 മുതൽ 4 വരെയുള്ള 11-ൽ പറയുന്ന 1 മുതൽ 4 വരെയുള്ള കുറ്റങ്ങളെല്ലാം എന്താണ്? മൈനർ പെനാൽറ്റിയാണ്. ഓക്കെ. മേജർ എന്ന് പറയണത് 5 മുതൽ 9 വരെയുള്ളത് മേജറാണ്. അങ്ങനെ 2 ടൈപ്പേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ, മൈനർ ആൻഡ് മേജർ. ഓക്കെ. പിന്നെ റൂൾ 15 അത് ഏതിനകത്താണ്? റൂൾ 15 എന്ന് പറയുന്നത് ടു ബി ഫോളോഡ് ഫോർ ഇമ്പോസിങ് മേജർ പെനാൽറ്റീസ് ആൻഡ് റൂൾ 16 ടു ബി ഫോളോഡ് ഫോർ ഇമ്പോസിങ് മൈനർ പെനാൽറ്റീസ്. ഞാൻ ഇനി അടിച്ചിട്ടതിൽ തെറ്റുപറ്റി പോയിട്ടുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. പെനാൽറ്റീസ് റൂൾ 15 തന്നെയാണ്. 16 for minor penalties. ഇപ്പോൾ കറക്റ്റ് തന്നെയല്ലേ ഇതിനകത്ത്? ഓക്കെ. സോറി. ഇനി പാരാ 3. ഇതിപ്പോൾ 1ഉം 2ഉം മാത്രമേ കഴിഞ്ഞുള്ളൂ. പാരാ 3-ൽ MDPയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ റൂളല്ല, മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ആയതുകൊണ്ട് പാരാ എന്നാണ് പറയുന്നത്. KCS പറയുന്നിടത്തെല്ലാം ചട്ടം എന്ന് പറയും, റൂൾ എന്ന് പറയും. ഓക്കെ. അപ്പോൾ പാരാ 3 ഓഫ് MDP ആരൊക്കെയാണ് ഡിസിപ്ലിനറി അതോറിറ്റീസ്? എന്താണ് ഡിസിപ്ലിനറി അതോറിറ്റീസ്? വ്യത്യാസം എന്താണ് ഡിസിപ്ലിനറി അതോറിറ്റിയും? ഇപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ കാണും. ഡിസിപ്ലിനറി അതോറിറ്റി, അപ്പോയിൻറ്റിങ് അതോറിറ്റി, പിന്നെ എന്താണ് എൻക്വയറി ഓഫീസർ, പിന്നെ ഇത്രയും കാര്യങ്ങൾ കാണും. അപ്പലേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ അപ്പീൽ അതോറിറ്റി, ഇത്രയും കാര്യങ്ങൾ. എന്താ വ്യത്യാസം എന്നറിയോ? ഡിസിപ്ലിനറി അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോ? അവിടെയാണ് അപ്പോയിൻറ്റിങ് അതോറിറ്റി ഈസ് ഈക്വൽ ടു ഡിസിപ്ലിനറി അതോറിറ്റി. ഈസ് ഇറ്റ് കറക്റ്റ്? ആകണം എന്നില്ല, അതാണ് കറക്റ്റ്. ആകണം എന്നില്ല, എല്ലാ കേസിനകത്തും ആകണം എന്നില്ല. ഡിസിപ്ലിനറി അതോറിറ്റിയും അപ്പോയിൻറ്റിങ് അതോറിറ്റിയും ഒന്നാകണമെന്നില്ല. അപ്പോയിൻറ്റിങ് അതോറിറ്റിയും താഴെ ആയിരിക്കാം ചിലപ്പോൾ ഡിസിപ്ലിനറി അതോറിറ്റി.
അപ്പോൾ അത് എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടാവും. എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ആരാണ് അതോറിറ്റി, എവിടുത്തെ KCS ആൻഡ് CCAയിൽ കൃത്യമായിട്ട് പറയും. അതായത് ഇന്ന റാങ്ക് വരെയുള്ള ഓഫീസറുടെ ഡിസിപ്ലിനറി അതോറിറ്റി ഇന്ന ആളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് കൊടുക്കാൻ അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് ആരാണ് ഈ ഒരു ഉദ്യോഗസ്ഥനെതിരെ, ഇപ്പം ഞാനൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എനിക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ ആർക്കാണ് അധികാരം? അതിനെയാണ് ആർക്കാ അധികാരം? അല്ല, അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. ഹയർ റാങ്ക് എന്നല്ല. എനിക്കെതിരെ ഞാനൊരു കുറ്റം ചെയ്തു, ഒരു മിസ്കണ്ടക്റ്റ് ചെയ്തു, എനിക്കെതിരെ നടപടിയെടുക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ വേണം നടപടി എനിക്കെതിരെ ഇനിഷ്യേറ്റ് ചെയ്യാൻ. മനസ്സിലായ? ആ അതോറിറ്റി എന്ന് പറയുന്നതാണ് ഡിസിപ്ലിനറി അതോറിറ്റി. ആ അതോറിറ്റി എന്തു ചെയ്യും? ഒരു എൻക്വയറി ഓഫീസറെ അപ്പോയിൻ്റ് ചെയ്യും. അത് എന്നെക്കാളും താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകാവോ? സെയിം ഓർ എബവ് ആയതുകൊണ്ട് കുറ്റമൊന്നുമില്ല. കരിച്ച നിയമത്തിനകത്ത് അങ്ങനെ പറയുന്നില്ല. പക്ഷേ നമ്മുടെ രീതി അനുസരിച്ചിട്ട്, പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് താഴ്ന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് മിക്കവാറുമുള്ള ഡെലിഗൻ്റ് ഓഫീസർ ഒബ്ജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഒന്നുകിൽ ഈക്വൽ റാങ്ക് പോലും ആകരുത്. അപ്പോൾ അയാൾ ചിലപ്പോൾ പറയും, സാർ എന്നെക്കാളും സീനിയറാണ് മറ്റേ സാറ്, ആ സാറിനെതിരെ എൻക്വയറി നടത്താൻ എന്നെ ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞ് അയാൾ ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ വേറൊരാളെ അപ്പോയിൻ്റ് ചെയ്യണം. അപ്പോൾ എപ്പോഴും ഇനി തിരിച്ചൊരു ചോദ്യം, ഇതേ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഡിസിപ്ലിനറി അതോറിറ്റി. ഡിസിപ്ലിനറി അതോറിറ്റിക്ക് തന്നെ എൻക്വയറി ഓഫീസർ ആകാൻ പറ്റുമോ? ആകാമെന്ന് പറഞ്ഞാൽ പറ്റില്ലെന്നാണ്. ആകാം, അതാകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആകുമോ? ആകാറില്ല. എന്തുകൊണ്ട്? കറക്റ്റ്. അതായത് ഒരു അപ്പീൽ ചിലപ്പോൾ നഷ്ടപ്പെടും. അതായത് ഒരു ഡെലിഗൻ്റ് ഓഫീസർക്ക് ഒരവസരമാണ് അതുവഴി നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ആകാത്തത്. അല്ലാതെ ആകുന്നതിന് നിയമപരമായി തടസ്സമൊന്നുമില്ല. പക്ഷെ ആകാതിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഓക്കെ, ഇനി പാരാ 4. പാരാ 4 എന്ന് പറഞ്ഞാൽ മേജർ പെനാൽറ്റിയാണ് ഇമ്പോസ് ചെയ്യേണ്ടത്. പാരാ 3 ഓക്കെ. പാരാ 4 എന്ന് പറയുന്നത് പ്രൊസീജിയർ ഫോർ ഇമ്പോസിഷൻ ഓഫ് മേജർ പെനാൽറ്റി. മേജർ പെനാൽറ്റിയുടെ പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ട് എന്തായിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി ആരംഭിക്കാം? ഒന്ന്, അയാൾക്കെതിരെ ഒരു പെറ്റീഷൻ വന്നാൽ. 2, മറ്റേതെങ്കിലും ഇൻഫർമേഷൻ മൈറ്റ് നെസസിറ്റേറ്റ് ആൻ എൻക്വയറി. പിന്നെ ഇൻക്വയറി ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ഓർഡേഴ്സ് ഓഫ് ഡിസിപ്ലിനറി അതോറിറ്റി. പക്ഷേ അതിനകത്തൊരു കാര്യം, ഏത് എൻക്വയറി വന്നാലും ഇപ്പോൾ ഡിസിപ്ലിനറി അതോറിറ്റി ഞാനല്ല, ഒരു ഉദ്യോഗസ്ഥനെതിരെയുള്ള ഡിസിപ്ലിനറി അതോറിറ്റി ഞാനല്ല. എനിക്കൊരു പെറ്റീഷൻ കിട്ടി. ആ പെറ്റീഷൻ ഒരു നമ്മുടെ കീഴുദ്യോഗസ്ഥനായ ഒരാൾ വളരെ മറ്റേ ആരെങ്കിലും നിന്നും ഒരു ഗൂഗിൾ പേ വഴി കാശ് മേടിച്ചു എന്നുള്ള ഒരു സീരിയസ് അലിഗേഷനാണ്, എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ അലിഗേഷനാണെങ്കിൽ ഞാൻ ഡിസിപ്ലിനറി അതോറിറ്റി അല്ല എന്ന് എനിക്കറിയാമെന്നിരിക്കെ ആ പെറ്റീഷൻ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യണം? ബന്ധപ്പെട്ട ഡിസിപ്ലിനറി അതോറിറ്റിക്ക് ഫോർവേഡ് ചെയ്യണം. ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിൽ ആ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മെറ്റീരിയൽ ഉണ്ട് എന്ന് പ്രൈമാ ഫേസി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ ഡിസിപ്ലിനറി ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, പെറ്റീഷൻ്റെ പുറത്ത് തന്നെ. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിവരങ്ങൾ ശേഖരിച്ച് വെച്ചിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് വേണം? ഒരു
എൻക്വയറിക്കായിട്ട് ആർക്കെങ്കിലും കൊടുക്കാം. ഇവിടെ എൻക്വയറി എന്ന് പറയുന്നത് ഡിസിപ്ലിനറി എൻക്വയറി അല്ല, ഒരു പ്രിലിമിനറി എൻക്വയറി ആരംഭിക്കാം. പറ്റുമോ അത്? പ്രിലിമിനറി എൻക്വയറി KCS ആൻഡ് CCA പ്രകാരം അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ലെങ്കിൽ 15 പ്രകാരമുള്ള ഒരു നടപടിക്കോ അല്ലെങ്കിൽ 16 പ്രകാരമുള്ള ഒരു നടപടിക്കോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് പാടില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് subject to satisfaction of the disciplinary authority that there is a prima facie material available to proceed with a disciplinary action എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അദ്ദേഹം പ്രൈമാ ഫേസി എന്തെങ്കിലും ഉണ്ട്, ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു സാധനമുണ്ട് എന്ന് കണ്ടാൽ മാത്രമേ അദ്ദേഹത്തിന് ഡിസിപ്ലിനറി ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് പ്രൊസീഡിങ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരാളെ ഏൽപ്പിച്ചേച്ചിട്ട് ഫോർമലായിട്ട് ഒരു പരിശോധന നടത്താൻ പറയാം. AC കൂടുതലാണ്. ഓക്കെ, പറയാം. അത് ഞാൻ അടുത്ത എത്തിയില്ലല്ലോ, പെറ്റീഷൻ മാത്രമേ ആയുള്ളൂ. അതർ ഇൻഫോർമേഷൻ ഏതായിരിക്കും? അതർ ഇൻഫോർമേഷൻ, എനി ഇൻഫോർമേഷൻ. യെസ്, ഫോൺ കോൾസ്. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാം. ഇന്ന് വൈകുന്നേരം TV വെച്ചപ്പോൾ ചാനലിൽ കൂടെ ബ്രേക്കിംഗ് ന്യൂസ്, അതാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടുന്നത്, ഇല്ലേ? എന്താ കാണിച്ച അവിടെ ഒരുത്തൻ, നിങ്ങളുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഭയങ്കരമായിട്ട് ആ ചെക്ക് പോസ്റ്റിൽ ഇരുന്നേച്ചിട്ട്, റിൻഡർ പെസ്റ്റ് കൺട്രോൾ ചെക്ക് പോസ്റ്റിൽ ഇരുന്നേച്ചിട്ട് തോന്നിയതുപോലെയൊക്കെ എന്തൊക്കെ കാണിക്കുന്നു, നിങ്ങളിതൊന്നും അറിയുന്നില്ലേ, നിങ്ങൾ എവിടെ ഉറങ്ങിയിരിക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ബഹളം വെക്കുന്നു. എനിക്ക് നാളെ റിപ്പോർട്ട് വേണം, അയാളെ സസ്പെൻഡ് ചെയ്യാനുള്ള റിപ്പോർട്ട് വേണം, ഇല്ലേ? ഇത് നേരിട്ടിട്ടുണ്ട് ആരെങ്കിലും? ഉണ്ട്. അപ്പോഴാണ് നമ്മൾ ഓടുന്നത്. എന്താ അറിയോ, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവനെ സസ്പെൻഡ് ചെയ്യാനായിട്ട് ഞാനൊരു റിപ്പോർട്ട് കൊടുക്കും, ഇല്ലേ? ഇതെങ്ങനെ ചെയ്യും? അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതായത് ഒന്നും വേണ്ട, അതിൻ്റെ ഈ ഇങ്ങനെ ഒരു പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ ഒരു മീഡിയയിൽ എയർ ചെയ്ത ഒരു ഇൻപുട്ട്, ദാറ്റ് അമൗണ്ട്സ് ടു ഇൻഫർമേഷൻ, അതർ ഇൻഫർമേഷൻ, എനി ഇൻഫർമേഷൻ. അതിൽ ഈ അതർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതാണ് കോണ്ടെക്സ്റ്റ്. മനസ്സിലായോ? പത്രത്തിൽ വന്ന വാർത്ത, അതായത് അതർ ഇൻഫർമേഷൻ. അത് പെറ്റീഷൻ വേണമെന്നില്ല. പിന്നെ അപ്പോൾ വേണമെങ്കിൽ ഒരു നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ രാവിലെ പത്രം എടുത്ത് വായിക്കുക, ആഹാ കൃഷി ഓഫീസർ, അത് ശരി, ഈ കൃഷി ഓഫീസറെ കുറിച്ചല്ലേ നേരത്തെയും നമുക്ക് പരാതി വന്നത്. എന്താണ് സംഭവം? ഇയാൾ എന്താണ് ഭർത്താവിൻ്റെയും എല്ലാവരുടെയും പേരിൽ ഓരോ നഴ്സറി നടത്തുന്നു, എന്നിട്ട് സബ്സിഡി അതുവഴി മേടിച്ചെടുക്കുന്നു. ഇത് നമുക്കറിയാവുന്നുള്ള കോണ്ടെക്സ്റ്റ് അല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ സംഭവം പത്രത്തിൽ വാർത്തയും വന്നു. നമുക്ക് പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടറിവുണ്ട് മേലുദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഈ ഇൻഫർമേഷൻ വേണമെങ്കിൽ അതിൽ നമുക്ക് തന്നെ ഡിസിപ്ലിനറി അതോറിറ്റിക്ക് പേപ്പർ കട്ടിങ് വെച്ചിട്ട് ഫോർവേഡ് ചെയ്തിട്ട് റെക്കമെൻഡ് ചെയ്ത് വിടാം. ചെയ്യുമോ? എന്തിനാണ് അപ്പോഴും സിമ്പതി എന്താണെന്നറിയാം, എന്തിനാണ് നമ്മളായിട്ട് മറ്റുള്ളവരുടെ കഞ്ഞിയിൽ പാറ്റയിടുന്നത്? ഇതാണ് ഒരു പ്രശ്നം. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തത് നിങ്ങൾക്ക് ആർക്കും സംശയം വരത്തില്ല. എൻക്വയറി ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ഓർഡേഴ്സ് ഓഫ് ഡിസിപ്ലിനറി അതോറിറ്റി ഓർ ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എനി അതോറിറ്റി എംപവർ ബൈ ഗവൺമെൻറ്. ഇനി ഒരു എൻക്വയറി നടത്തി, ഓൾറെഡി ഗവൺമെൻറ്റിന് ചുമതലപ്പെടുത്തപ്പെട്ട ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിച്ചു, അവരുടെ റിപ്പോർട്ട്, അത് ഏത് ഏജൻസിയാണ്? VACB അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ച്. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രൈവറ്റ് ലൈഫിൽ കാണിക്കുന്ന കൊള്ളരുതായ്മയും വകുപ്പ് തല നടപടി ക്ഷണിച്ചു വരുത്തുമല്ലോ, ഇല്ലേ?
അതേതാണ് പ്രൊവിഷൻ? ഓൾ പബ്ലിക് സർവൻസ് ഷാൽ ഓൾവേസ് ബി ഓൺ എന്താണ് ഷോ പ്രോബിറ്റി ടു പബ്ലിക് ലൈഫ് ഇല്ലേ? ഒരു ഡീസൻസിയൊക്കെ കീപ്പ് ചെയ്തിട്ട് വേണം പബ്ലിക് ലൈഫിൽ ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥൻ ബിഹേവ് ചെയ്യണം എന്നാണ്. അതിന് വിരുദ്ധമായിട്ട് എന്തുണ്ടായാലും ഏത് പ്രകാരം ഏതിനകത്താണ് കുറ്റം ആയിട്ട് മിസ്കണ്ടക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? ഏത് എന്താണ് ആ കോണ്ടക്ട് റൂൾസിൽ എവിടെയെങ്കിലും വാട്ട് ഈസ് കോണ്ടക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടാ? അങ്ങനെ പറഞ്ഞിട്ടില്ല. കുറേ മിസ്കണ്ടക്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥൻ മിസ്കണ്ടക്ട് ചെയ്തു എന്ന് പറയും. കോണ്ടക്ട് ഈസ് നോ വെയർ ഡിഫൈൻഡ്. പബ്ലിക് എന്താണ് കോണ്ടക്ട് അല്ല, മിസ്കണ്ടക്ട് നോ വെയർ ഡിഫൈൻഡ്. അപ്പോൾ മിസ്കണ്ടക്ട് എന്താണെന്നുള്ളത് അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏത് തന്നെയാണേലും അതിനകത്തൊരു ജനറൽ ക്ലോസ് ഉണ്ട് കോണ്ടക്ട് റൂൾസിൽ ഇല്ലേ? അറിയാവോ? റൂൾ 3 എന്ന് പറയുന്നത് കോണ്ടക്ട് റൂൾസിലാണ്. റൂൾ 3 ആർക്ക് വേണോ ഏത് സാഹചര്യത്തിൽ വേണോ വ്യാഖ്യാനിക്കപ്പെടാം. അതായത് ഷുഡ് ഷോ ഓൾവേസ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഡിവോഷൻ ടു ഡ്യൂട്ടി. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സാധനമാണ്. അത് നോ വെയർ ഡിഫൈൻഡ്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് റൂൾ 3 ഓഫ് കോണ്ടക്ട് റൂൾസ് എടുത്തു കഴിഞ്ഞാൽ ഏതും നമുക്ക് അതിനകത്ത് കൊണ്ടുവന്ന് ബന്ധിക്കാം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പബ്ലിക് ലൈഫിലുള്ള എന്ത് കാര്യം. ഓക്കെ. ആ മന്ത്രിയാ? അത് അങ്ങനെ അത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ ട്രിഫ്ലിംഗ് നേച്ചർ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രിഫ്ലിംഗ് നേച്ചർ ഡിപ്പെൻഡ്സ്. എ പബ്ലിക് സർവൻറ്റ് ക്യാൻ ആക്സെപ്റ്റ് എന്താണ് മൊമെൻറ്റോ എന്നല്ല അതിനകത്ത് പറയുന്നത്, ആക്സെപ്റ്റ് ദ ഗിഫ്റ്റ് ഓഫ് ട്രിഫ്ലിംഗ് നേച്ചർ. എന്താണ് ട്രിഫ്ലിംഗ് നേച്ചർ? അത് ആപേക്ഷികമാണ് അല്ലേ? കാര്യം എനിക്ക് തോന്നുന്ന ട്രിഫിളിംഗ് നേച്ചർ ആയിരിക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഒരു 4 മുട്ടായി തന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്താൽ അത് എന്തിനാ മുട്ടായി അല്ലേ? ലക്ഷക്കണക്കിന് അംബാനി എടുത്ത് മുട്ടായി കൊണ്ടുപോയി കൊടുത്താൽ എന്താകും? അയാൾക്കൊന്നുമില്ല. ഇനി ട്രിഫിളിംഗ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാനിക്ക് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അതാണ് പറഞ്ഞത്, ചില വാക്കുകൾ പിന്നെ കോണ്ടക്ട് റൂൾസിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കോണ്ടക്സ്ച്വലാണ്. അപ്പോൾ പബ്ലിക് സർവൻറ്റിന് രക്ഷപ്പെടാനും വഴിയുണ്ട്, രക്ഷപ്പെടാതിരിക്കാനും വഴിയുണ്ട്. അപ്പോൾ എന്താണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതായത് ചെറിയ ഫ്ലവേഴ്സും അതുപോലെയുള്ളതൊക്കെ മേടിക്കാറുള്ളത്. ഇപ്പം നിങ്ങളുടെ ഓഫീസിലുള്ള ഒരു കീഴുദ്യോഗസ്ഥൻ പെൻഷനായി പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര പവനാണ് കൊടുക്കുന്നത്? അത് പബ്ലിക്കിൻ്റെ മുന്നേ പറയാൻ പാടില്ല. എന്നെ കുറിച്ചിട്ട് നിങ്ങളെല്ലാം നല്ലതല്ലേ പറയത്തുള്ളൂ. മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലത് പറയാൻ പാടില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, പബ്ലിക്കിൻ്റെ പാർട്ടിസിപ്പേഷനോടുകൂടി യാത്രയയപ്പ് ചടങ്ങുകളിൽ പങ്കെടുക്കരുത്. അതായത് ഒരു പൊതുവേദിയിൽ, അതാണ് മറ്റിടത്ത് നടന്നത്. എന്തുപോട്ടെ, ആവശ്യമില്ലാതെ. അപ്പോൾ നമുക്ക് ഇനി അവസാനം അതിനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ട സമയമാകും. അപ്പോഴത്തേക്ക് എനിക്കും ഏകദേശം സമയമാവും. അപ്പോൾ പെറ്റീഷൻ അത് പാരാ 4-നകത്താണ് മേജർ പെനാൽറ്റി ഇനിഷ്യേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് വീണ്ടും ഉണ്ട്, ആൻ അലിഗേഷൻ വിച്ച് കൺസിഡേഴ്സ് നെസസറി ആൻ എൻക്വയറി ടു ബി കണ്ടക്റ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഇറ്റ് ഷാൽ റിപ്പോർട്ട് ദ ഫാക്ട് ടു ദ ഡിസിപ്ലിനറി അതോറിറ്റി ത്രൂ പ്രോപ്പർ ചാനൽ ഫോർ ഗെറ്റിംഗ് ആൻ ഓർഡർ ഫോർ സച്ച് എംപ്ലോയി. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ സാധനം ഇല്ലേ? അതായത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാലും ഡിസിപ്ലിനറി അതോറിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. എന്ന് വെച്ചാൽ ഡിസിപ്ലിനറി ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷനോടുകൂടി. 5, പ്രിലിമിനറി എൻക്വയറി മേ ബി കണ്ടക്റ്റഡ് ടു അസർട്ടൈൻ
പ്രൈമാ ഫേസി ഗ്രൗണ്ട്സ് എക്സിസ്റ്റ് ഫോർ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പ്രിലിമിനറി എൻക്വയറി നടത്താം. ഇത് മേജർ പെനാൽറ്റി. പ്രിലിമിനറി എൻക്വയറി പ്രിൻസിപ്പിൾസ്, അത് പ്രിലിമിനറി എൻക്വയറി എന്ന് പറയുന്നത് ഓക്കെ അല്ല, അതിനകത്ത് നമ്മളൊരു നിങ്ങൾ ഡിസിപ്ലിനറി അതോറിറ്റിക്ക് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താ അറിയാവോ? ഡിസിപ്ലിനറി അതോറിറ്റി എന്ന് പറയുന്ന ആൾ നമ്മളെ കളുമേലുള്ള ഒരു ഉദ്യോഗസ്ഥനല്ലേ, അദ്ദേഹത്തിൻ്റെ ടൈം കൺസ്ട്രെയിൻസ് എപ്പോഴും നോക്കണം. അപ്പോൾ എന്ത് വേണം? വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ, ദാറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി സ്റ്റേറ്റഡ്. ദാറ്റ് ഈസ് ദിസ് ഈസ് എ ഹൈലി ഇറഗുലർ പ്രാക്ടീസ് and then what he has alleged to have been committed by the public servant amounts to grave misconduct. അല്ല, അതേ പറയാം, വേണമെന്നില്ല, വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി. താങ്കൾ പറഞ്ഞു ഇത് ഗ്രേവ് മിസ്കണ്ടക്റ്റ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നോക്കിയപ്പോഴത്തേക്കും ഇതൊരു 100 രൂപ മേടിച്ചാണ് ഇദ്ദേഹം ഭയങ്കര ഗ്രേവ് മിസ്കണ്ടക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യുക, ഒരു എൻക്വയറി നടത്തി കൊടുക്കുക, 100 രൂപ. അപ്പോൾ അയാൾ പറയും ഈ 100 രൂപ എനിക്ക് അന്നേരം ചായ കുടിക്കാൻ അത്യാവശ്യമായിരുന്നു, 5 പൈസ ഇല്ലായിരുന്നു, മാസം അവസാനമായിരുന്നു, അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്, തിരിച്ചു കൊടുക്കും അടുത്ത മാസം. ഗ്രേവ് എന്തായി? അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. നമ്മൾ പറയുമ്പം ഇപ്പം എനിക്ക് ഒരിടത്തിനെ ദ്രോഹിക്കണം എന്ന് എനിക്ക് മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം ചെയ്തിരിക്കും. എന്നാൽ 1 ലക്ഷം രൂപ മേടിച്ച ആൾക്കാരും സസ്പെൻഷൻ ആവണില്ല. ഞാൻ പറയട്ടെ, അത് ഞാൻ ഇതൊന്നും പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരാളെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. അതൊന്നെന്ന് പറഞ്ഞാൽ ഞാൻ പോലീസ് സർവീസിലുള്ള ഒരാളാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് എപ്പോഴാണ്? അയാൾക്ക് ജീവിതത്തിൽ ആരും ആശ്രയമില്ല, എനിക്ക് ജീവിതം മടുത്തു, അല്ലെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ അത്രയുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഇതാണ് അയാൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ വീട്ടുകാർ എത്രത്തോളം സ്ട്രെസ്ഡ് ആയിരിക്കും. ആ സമയത്ത് പോയിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് പോലീസുകാരൻ വന്നേച്ചിട്ട് പിന്നെ വളരെ നമുക്ക് നിങ്ങളെന്താ ഭയങ്കരമായിട്ട് ചൂടാവുന്നു, പരുഷമായിട്ട് സംസാരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് അപ്പോൾ ആരെങ്കിലും പോയിട്ട് പിന്നെ എന്താണ് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും. കൊടുത്തു കഴിഞ്ഞപ്പോൾ മിണ്ടാതിരുന്നു. ഇത് പ്രോബിറ്റി ടു പബ്ലിക് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അതിൻ്റെ അർത്ഥം? അത് 100 രൂപ എന്നുള്ളതല്ല, 1000 രൂപ എന്നുള്ളതല്ല. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് അറ്റ് ലാർജ് ഓർ പബ്ലിക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് പേരുടെ മുന്നേ ഇവൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റയർ ഫോഴ്സിനും കളങ്കം സൃഷ്ടിക്കുന്നതാണ്. അതാണ് വിഷയം. അല്ലാതെ ഒരു വ്യക്തി ആരെങ്കിലും സ്നേഹം കൊണ്ട് കൊടുത്ത കാശ് സ്വീകരിച്ചു എന്നുള്ളതല്ല. അങ്ങനെ ന്യായീകരിക്കരുത് ഒരു കാര്യത്തിനെയും. അത് ഞാൻ ചോദിച്ചില്ല, നല്ലൊരു ഡിഫൻസ് ആണല്ലേ ഇപ്പോൾ എല്ലാം. വിജിലൻസ് എപ്പോൾ പോയി പിടിച്ചാലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് തന്നു, ഞാൻ ചോദിച്ചില്ല. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് ചോദിച്ചു മേടിക്കുമോ? അത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ന്യായീകരണങ്ങൾ ഒരിക്കലും നിൽക്കുന്നതല്ല, ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം വെച്ചാൽ അങ്ങനെ നമ്മൾ ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളൊരു ഡീസൻസി, ഒരു പബ്ലിക് സർവൻ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു ഡീസൻസി കീപ്പ് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. ഓക്കെ. മൈനർ പെനാൽറ്റിയുടെ പ്രൊസീജിയർ: ഡെഫിനിറ്റ് ചാർജ് ഓർ ചാർജസ് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അലിഗേഷൻസ് വിച്ച് ചാർജസ് ആർ ബേസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് മൈനർ പെനാൽറ്റി ആണെങ്കിൽ ചാർജ് മെമ്മോ കൊടുക്കുമ്പോൾ ആ ചാർജ് മെമ്മോയിൽ സ്പെസിഫിക് ആയിട്ട് പറയണം എന്ത് കുറ്റമാണ് ഇയാൾ ചെയ്തിട്ടുള്ളതെന്നുള്ളത് സംബന്ധിച്ചിട്ട്. ജനറലായിട്ട് പറയരുത്. സ്പെസിഫിക് ഡാഷ് തീയതി ഇന്ന രീതിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത്, എവിടെയാണ് ജോലി ചെയ്തിരുന്ന സമയത്ത് എന്താണ് ഡെലിങ്ക്വൻസി എന്ന് പറയണം. അത് ഒന്നാകാം, ഒന്നിൽ കൂടുതലുള്ളതോ ആകാം മൈനർ ആണെങ്കിൽ.
മൈനർ ആണെങ്കിലുള്ള നടപടിക്രമം ആണ് ഇനി. പിന്നെ അടുത്തത് ഫ്രെയിമിംഗ് ഓഫ് ചാർജ്. എങ്ങനെയാണ് ചാർജ് ഫ്രെയിം ചെയ്യുന്നത്? ഈ ചാർജ് എന്ന് പറയുന്നത് ഏതാണ്? മെമ്മോ ഓഫ് ചാർജസ് ആണ്. അതിനകത്ത് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഫ്രെയിം വൺ ചാർജ് ഫോർ വൺ സെറ്റ് ഓഫ് എലിഗേഷൻസ്. ഒരു ചാർജ്, ഒരു സെറ്റ് ഓഫ് എലിഗേഷന് ഒരു ചാർജ് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം, ഒരാൾ മിസ്കണ്ടക്റ്റ് എന്ന് പറയുന്നത് ഒരു ചാർജാണ്. അതായത് മദ്യപിച്ച് ഓഫീസിൽ വരുന്നു, ഒരു ചാർജല്ലേ. പക്ഷേ സെറ്റ് ഓഫ് എലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഈസ് എന്താണ്? ഒരാൾ മദ്യപിച്ച് ഓഫീസിൽ ഹാജരാകുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അല്ലേ? അല്ലേ? മദ്യപിച്ച് ഓഫീസിൽ ഹാജരായി എന്ന് പറഞ്ഞാൽ ജനറൽ ആണോ സ്പെസിഫിക് ആണോ? ദെൻ ഹൗ ചാർജ് ഷുഡ് ബി ഫ്രെയിംഡ്? ഡാഷ് തീയതി ഡാഷ് മണിക്ക് ഓഫീസ് പ്രവർത്തന സമയം 10:15 മുതൽ 5:15 ആണെന്നിരിക്കെ നിങ്ങൾ വർക്കിംഗ് ഡേ ആണെന്നും പറയണം, ഹോളിഡേ അല്ല, വർക്കിംഗ് ഡേ ആയ ഡാഷ് തീയതിയിൽ എന്ത് ചെയ്തു? ഡാഷ് സമയത്ത് ഹാജർ ബുക്കിൽ ഒപ്പിട്ട ശേഷം, എന്തിന്? ഡ്യൂട്ടി ആണെന്ന് പറയണം. ഡ്യൂട്ടിയിൽ അല്ലാതെ മദ്യപിച്ചാൽ കുറ്റമൊന്നുമല്ല, വേറെ ആരുമില്ലല്ലോ. അപ്പോൾ ഡ്യൂട്ടിക്കിടയിലാണ് മദ്യപിച്ചതെന്നും ഡ്യൂട്ടി സമയം ഇത്ര മുതൽ ഇത്ര മണി വരെ ആയിരുന്നുവെന്നും ഇത് ഡാഷ് തീയതിയിലാണ് സംഭവിച്ചതെന്നും ഡാഷ് സമയത്താണ് സംഭവിച്ചതെന്നും ആര് കണ്ടുവെന്നും എങ്ങനെ ബോധ്യപ്പെട്ടുവെന്നും ആയിരിക്കണം ചാർജ്. ഇത് ഒരു ചാർജ് ഓൺ. അത് കാണൂല. അതങ്ങനെ കാണും? മദ്യപിച്ച് കാണുന്ന എന്തോ? അല്ല, അത് വേറെ കാര്യം. അത് വേറെ കാര്യം. താങ്ക് യു. നമുക്ക് ആ ഡിസ്കഷൻ്റെ, ഈ മദ്യത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിസ്കഷൻ നമുക്ക് പിന്നീട് ഞാൻ പറയാം. കോണ്ടെക്സ്റ്റാണ് കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ആൻ അലിഗേഷൻ ഈസ് മെയ്ഡ്, അത് അയാളുടെ ഡിഫെൻസാണ്. മനസ്സിലായ? യു ആർ നോട്ട് ബോതേർഡ് അബൌട്ട് വാട്ട് ഈസ് ഹിസ് ഡിഫെൻസ്. You should see that you are doing a duty for which you alone satisfied that he came to office in a with heavily drunk. അല്ല, അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. അയാളെ ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ വന്നില്ലെന്ന് പറയാം, ആ സമയത്ത് ഞാൻ മദ്യപിച്ചില്ലെന്ന് പറയാം, ഞാൻ മിസ്ബിഹേവ് ചെയ്തില്ലെന്ന് പറയാം. അതൊക്കെ അയാളെ കാര്യമാണ്. നിങ്ങളുടെ ചാർജ് ഇതാണ്. അത് അയാളെ എക്സോണറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നിങ്ങളെന്തിനു ബോധർ ചെയ്യണം? ഇല്ല, അങ്ങനെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത? ഞാൻ അതാണ് പറയാൻ വന്നത്. ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കൂ കേട്ടാ. ആ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വികാരം എനിക്ക് മനസ്സിലായി. എന്താണെന്നറിയോ? കള്ളുകുടിയന്മാർ സർക്കാർ സർവീസിലുണ്ടെന്നും കള്ളുകുടിയന്മാരെ നന്നാക്കാൻ ഞാനായിട്ട് നോക്കണ്ടെന്നും അല്ലേ പറഞ്ഞു തരുന്നത്? അല്ലേ? പോട്ടെ, വിട്. ഓക്കെ, ഞാനത് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇനി അടുത്ത കാര്യം, അപ്പോൾ ചാർജ് ഷുഡ് ബി സ്പെസിഫിക്. ഇപ്പോൾ സ്പെസിഫിക് എങ്ങനെയാണെന്ന് മനസ്സിലായി. എന്നിട്ട് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സെറ്റ് ഓഫ് അലിഗേഷൻ ഒറ്റ ചാർജ് കൊടുക്കാം. ഇത് 7/5/2021 നിങ്ങളിങ്ങനെ വന്നു. അടുത്ത മാസം 12/6/2021 നിങ്ങളിങ്ങനെ സംഭവിച്ചു. ഇത് സെയിം അലിഗേഷൻ ബട്ട് ഓൺ ഡിഫറെൻറ്റ് ഡേറ്റ്സ്. അപ്പോൾ അലിഗേഷൻ ഷുഡ് ബി, മദ്യപാനമാണെങ്കിൽ ആ മദ്യപാനം a series of instances can be clubbed together and it can be framed in one charge. Okay. Delinquency, പല ഡെലിങ്ക്വൻസി ആകരുതെന്ന്. പണാപഹരണത്തിനും മദ്യപാനത്തിനും ഒന്നിച്ചു കൊടുക്കരുത്. എന്തുകൊണ്ടാണ്? രണ്ടും രണ്ട് രീതിയിലുള്ള കുറ്റമാണ്. ഒരേ അത് cannot be clubbed together. രണ്ട് ചാർജാണ് അയാൾക്ക് കിട്ടേണ്ടത്. മനസ്സിലായ?
അതിനകത്ത് ഈ പറഞ്ഞ കാര്യം 2 ഡെലിങ്ക്വൻസിയാണ്. 2 ഡെലിങ്ക്വൻസിയെ ഒറ്റയിനകത്ത് ബന്ധിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ അറിയോ? ഒന്നിന് എക്സോണറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ഇപ്പുറത്തും കൂടെ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത്. ഇനിയിങ്ങനെ ഞാൻ അടുത്തത് ഇത് ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ കുറച്ചായതേ ഉള്ളൂ. ഇനി എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ആൻഡ് ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അലിഗേഷൻസ് ഓൺ വിച്ച് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. ഡേറ്റഡ് അക്നോളജ്മെൻറ്റ്, ചാർജ് മെമ്മോയിൽ ഡേറ്റഡ് അക്നോളജ്മെൻറ്റ് മേടിച്ചിരിക്കണം. പിന്നെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് റിലൈഡ് ഇൻ ഫ്രെയിമിംഗ് ഓഫ് ചാർജ് ടു ബി ലിസ്റ്റഡ് ഔട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അലിഗേഷൻസ്. അലിഗേഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം എന്തൊക്കെ തെളിവുകൾ നിങ്ങൾക്കെതിരെ നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതും കൂടെ ലിസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ. ചാർജ് മെമ്മോ ഷുഡ് ബി സൈൻഡ് ബൈ ഡിസിപ്ലിനറി അതോറിറ്റി. ഡിസിപ്ലിനറി അതോറിറ്റിയാണ് സൈൻ ചെയ്യേണ്ടത് ചാർജ് മെമ്മോ. തയ്യാറാക്കുന്നത് ആരാണെന്നുള്ളത് വേറെ കാര്യം. വേണമെങ്കിൽ അത് എൻക്വയറി ഓഫീസർ തന്നെ തയ്യാറാക്കി ഡിസിപ്ലിനറി അതോറിറ്റിക്ക് അയച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ മേടിച്ചാലും മതി. പക്ഷേ ഈ പ്രിൻസിപ്പിള് അനുസരിച്ചിട്ട് വേണം ചാർജ് മെമ്മോ കൊടുക്കാൻ. ഇത് 7(9)നകത്ത് മേജർ പെനാൽറ്റിയുടെ ചാർജ് മെമ്മോയുടെ മോഡലുണ്ട്. MDPയിൽ, മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിനകത്ത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യമില്ലേ, യു ഡാഷ് എന്ന് പറഞ്ഞിട്ട് ബീങ് എന്താണ് ഇൻ ചാർജ് ഓഫ് ഡാഷ് ഓഫീസ്, ഡെലിങ്ക്വൻസി എന്താണെന്ന് പറയുക. അതിൻ്റെ ഫോമാണ് അതിനകത്ത്. സ്പെസിമെൻ മെമ്മോ ഓഫ് ചാർജിൻ്റെ മേജർ പെനാൽറ്റിക്ക് 7(9)നകത്തുണ്ട്, 7(10)നകത്ത് മൈനർ പെനാൽറ്റി. ഇനി ഈ മൈനർ പെനാൽറ്റിക്കുള്ള ചാർജ് മെമ്മോയും മേജർ പെനാൽറ്റിക്കുള്ള ചാർജ് മെമ്മോയും ഒരുപോലെ കൊടുക്കാവോ? ഒരുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 7(9)ഉം 7(10) എന്ന് പറഞ്ഞിട്ട് 2 മോഡൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? 7(9) എടുത്തിട്ട് 7(10)ന് കൊടുക്കാവോ? തിരിച്ച് ചെയ്യാവോ? 7(10) എടുത്തിട്ട് 7(9)ന് കൊടുക്കാവോ? മേജറിന് മൈനറിനുള്ള ചാർജ് കൊടുക്കാൻ പാടില്ല. പക്ഷെ തിരിച്ച് മൈനറിന് മേജറിൻ്റെ ചാർജ് കൊടുക്കുന്നതിൽ തെറ്റില്ല. മനസ്സിലായോ? അതുപോലെ മൈനർ പെനാൽറ്റിക്ക് വേണ്ടിയിട്ട് ഫോർമൽ എൻക്വയറി നടത്താവോ? അതായത് ഗ്രേവ് ഡെലിങ്ക്വൻസിക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 16 അല്ലേ ചെയ്യാൻ പറ്റുന്നത്? അല്ല 15 ഇല്ലേ മേജർ പെനാൽറ്റിക്ക്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ മൈനർ പെനാൽറ്റിക്ക് ചാർജ് മെമ്മോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മൈനർ പെനാൽറ്റിക്ക് എങ്ങനെയാണ് ശിക്ഷ വിധിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഡെലിങ്ക്വൻസി എന്ന് പറയുന്നതിനകത്ത് തന്നെ മേജർ ആൻഡ് മൈനർ ഉണ്ട്. പണാപഹരണം ഏത് ക്ലോസിൽ വരും? മേജർ. തർക്കമില്ലല്ലോ. ഇനി മദ്യപാനം മൈനറിനകത്തേ വരത്തുള്ളൂ. പിന്നെ റെഗുലർലി ആബ്സെൻറ്റ് ഫ്രം സർവീസ്, അൺഓതറൈസ്ഡ് ആബ്സെൻസ് മേജറിനകത്തും വരുത്താം, മൈനറിനകത്തും വരുത്താം. അതായത് ഫ്രീക്വൻസി വെച്ചിട്ട് ആരോപണം. എന്നിട്ട് ഇനി മേജറിൻ്റെ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ മൈനറിൻ്റെ ശിക്ഷ കൊടുത്താലും തെറ്റില്ല. പക്ഷെ മൈനറിൻ്റെ ചാർജ് കൊടുത്തിട്ട് മേജറിൻ്റെ ശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ മേജർ ഡെലിങ്ക്വൻസി ആണെങ്കിൽ തിരിച്ചാകാം. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത. നിങ്ങൾ മൈനർ പെനാൽറ്റി എന്ന് പറഞ്ഞിട്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് മേജറിനുള്ള അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇത് മേജറിനുള്ള ശിക്ഷ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മാർഗവും ഇല്ല. ആദ്യമേ മേജറിന് ചെയ്താൽ ഡിസിപ്ലിനറി അതോറിറ്റി വിചാരിക്കുകയാണെങ്കിൽ ഇത് വലിയ കാര്യമൊന്നുമില്ല, മൈനർ ശിക്ഷ കൊടുത്തേക്കാം, കുഴപ്പമില്ല. തിരിച്ചായാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാർജ് മെമ്മോ എപ്പോഴും മേജറിനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ ഒരു പണി കൂടും, നമുക്ക് എൻക്വയറി ഓഫീസർക്ക് പണി കൂടും. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇത് ചെയ്യേണ്ടി വരും. പിന്നെ ഇനി മൈനർ ശിക്ഷയ്ക്ക് ഫോർമൽ എൻക്വയറി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. സമയം വെറുതെ ഒരുപാട് കളയാൻ. അതെന്തറിയോ, ഞാൻ പറയാം, സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഒരാൾ നമ്മൾ ചാർജ് മെമ്മോ കൊടുത്തു,
അതെന്ന് വെച്ചാൽ നിങ്ങൾ ഡാഷ് മുതൽ ഡാഷ് തീയതി വരെ മുൻകൂട്ടി അനുവാദം മേടിക്കാതെ ജോലിയിൽ നിന്ന് വിട്ടുതന്നു. മൈനർ. ഡിസിപ്ലിനറി അതോറിറ്റിക്ക് കൊടുക്കാൻ പറ്റും. എൻക്വയറി ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രപ്പോസ് ചെയ്തു, പറയട്ടെ. അതായത് നിങ്ങൾക്ക് പ്രിലിമിനറി എൻക്വയറി നടത്തണമെങ്കിൽ പോലും ഡിസിപ്ലിനറി അതോറിറ്റി പെർമിറ്റ് ചെയ്താലേ നടത്താൻ പറ്റൂ. പക്ഷെ ഡെലിങ്ക്വൻസി കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യതയില്ലേ? അതല്ല, ആ മെമ്മോയും മെമ്മോ ഓഫ് ചാർജും രണ്ടാണ്. മനസ്സിലായ? അതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. ഞാൻ ഈ പറയുന്നത് ഡിസിപ്ലിനറി ആക്ഷൻ്റെ ഭാഗമായിട്ടുള്ള മെമ്മോ ഓഫ് ചാർജാണ്. നിങ്ങൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ കാരണം കാണിക്കൽ നോട്ടീസ് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ ഡാഷ് തീയതി ഈ ഓഫീസിൽ ഹാജരായില്ല, അതിന് നിങ്ങൾ മതിയായ കാരണം ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നിരുപദ്രവമാണ്. പക്ഷേ അയാളെ മറുപടി തന്നപ്പോൾ ഇവിടെയാണ് പ്രശ്നം. അയാൾ മറുപടി തന്നു, എനിക്ക് സൗകര്യമില്ലായിരുന്നു വരാൻ, നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ബോധയുടെ അല്ല, തന്നതേ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഡിസിപ്ലിനറി അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം, ഇൻസബോർഡിനേഷൻ. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡിസിപ്ലിനറി അതോറിറ്റി വിചാരിക്കുവാണ്, അവനെ നേരത്തെ ഞാൻ ഓങ്ങി വെച്ചിരിക്കുക, ഒരു ആക്ഷൻ എടുക്കാം. അപ്പോൾ ഡിസിപ്ലിനറി അതോറിറ്റി എന്ത് ചെയ്യും? ചാർജ് മെമ്മോ ഒരു ഡിസിപ്ലിനറി എൻക്വയറി ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യും. എന്നിട്ട് ചാർജ് മെമ്മോ അദ്ദേഹം തന്നെ തയ്യാറാക്കിയിട്ട് സെർവ് ചെയ്യാൻ പറയും. എൻക്വയറി ഓഫീസർ എടുത്ത് സെർവ് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ അയാൾ മറുപടി കൊടുത്തു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്, ഇത് മാപ്പാക്കണം. ദെൻ ഡിസിപ്ലിനറി അതോറിറ്റി ഹാസ് നോ അതർ ഓപ്ഷൻ ബട്ട് ടു അവാർഡ് എ സ്യൂട്ടബിൾ പണിഷ്മെൻറ്റ് ആൻഡ് ക്ലോസ് ഇറ്റ്. മൈനർ ഡെലിങ്ക്വൻസിക്ക് അതിന് പിന്നെ പോയിട്ട് ഫോർമൽ എൻക്വയറി നടത്തുകയോ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനറി അതോറിറ്റിയെ ഒരു എൻക്വയറി ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് അയാളുടെ നിന്ന് എൻക്വയറി റിപ്പോർട്ട് മേടിക്കുകയോ ആവശ്യമില്ല. ഇയാൾ മറുപടി കൊടുത്തു കഴിയുമ്പം അയാൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ശിക്ഷിച്ച് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അത് സെൻഷറാകാം. മനസ്സിലായോ? ആ സ്വഭാവം അനുസരിച്ചിട്ട് കാര്യം ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൈ കൊടുത്ത് വിരിയും. എങ്ങനെ? ഒരു ശിക്ഷ കൊടുത്തേച്ചിട്ട് അവസാനിപ്പിക്കും. പക്ഷേ തർക്കിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്കിൽ പിന്നെ നമുക്ക് കാണാം, നമ്മൾ വാശിയിലെടുക്കും. തർക്കമാണ് പരിഹരിക്കണ്ടേ, തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടണ്ടേ, ഇല്ലേ? അപ്പോൾ അതിനൊരു ഡിസിപ്ലിനറി ഒരു എൻക്വയറി ഓഫീസറെ വെക്കണം. എൻക്വയറി ഓഫീസർ ബയസ്ഡ് അല്ലാതിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അയാൾ ഡ്യൂ എൻക്വയറി നടത്തി വെച്ചിട്ട് സ്യൂട്ടബിൾ പണിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് PR മിനിറ്റ്സ് സമർപ്പിക്കണം. സമർപ്പിച്ച് കഴിയുമ്പോൾ ഡിസിപ്ലിനറി അതോറിറ്റി അതിന്മേൽ ഒരു ഡിസിഷൻ എടുക്കും. ഓക്കെ, ഇത്രയും കാര്യം എനിക്ക് പറയാനുണ്ട്, അതുകൊണ്ട് ഇനി ഒന്ന് സ്പീഡിൽ ഞാൻ പോവും. ഓക്കെ, റിമൈൻഡർ കൊടുക്കേണ്ട കാര്യമില്ല റിപ്ലൈ തന്നില്ലെങ്കിൽ. ദ മാറ്റർ വിൽ ബി പ്രൊസീഡഡ് ഫർദർ. ടൈം ഓഫ് എക്സ്റ്റൻഷൻ ഇഫ് റിക്വസ്റ്റഡ് മേ ബി കൺസിഡേർഡ്. ഇതൊക്കെ കുറേ കാര്യങ്ങളാണ്. ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് സോറി, ഇനി ഇടയ്ക്ക് ഒരെണ്ണം സ്കിപ്പ്. ഓക്കെ, ഇനി പേഴ്സണൽ ഹിയറിങ്ങിന് അയാൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ കേൾക്കാം. നിങ്ങൾ ആരും MDP ഒന്നും ഒരു തവണ പോലും നോക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണത്. അങ്ങനെയല്ല, അത് അയാളാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അതായത് അയാൾ മറുപടി തന്നിട്ട് പറഞ്ഞു എന്നെ കൂടെ കേട്ടിട്ടേ തീരുമാനിക്കാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് പേഴ്സണൽ ഹിയറിങ്. ഓക്കെ, കാസർഗോഡ് ഞാനൊരു നിങ്ങൾക്കൊരു ചോദ്യം അങ്ങോട്ടിട്ട് തരുവാണ്. പേഴ്സണൽ ഹിയറിങ്ങിന് ഞാൻ ജോലി ചെയ്യുന്നത് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് എന്നെ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എനിക്ക് കോട്ടയത്തുണ്ടപ്പോൾ ഉണ്ടായിരുന്നതാണ് ഡെലിങ്ക്വൻസി. അപ്പോൾ കോട്ടയത്തെ എൻക്വയറി ഓഫീസർ എൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ പറയുവാണ് എനിക്ക് പേഴ്സണൽ ഹിയറിങ്ങിന് എന്നെ കേട്ടിട്ടേ തീരുമാനം എടുക്കാവുള്ളൂ. അപ്പോൾ പേഴ്സണൽ ഹിയറിന് എനിക്ക് അവസരം തരണം. എൻക്വയറി ഓഫീസർ അവസരം കൊടുത്തു കഴിഞ്ഞാൽ കാസർഗോഡിൽ നിന്ന് ഡ്യൂട്ടി ആയിട്ട് കോട്ടയത്ത് വന്ന് ഓടിയായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ചെയ്യാം.
പേഴ്സണൽ ആണെങ്കിൽ പറ്റില്ല. അതെവിടെ പറയണം? എവിടെ പറയുന്നു? എന്തോ? അല്ല, അയാളാണ് ആവശ്യപ്പെടുന്നത് എനിക്ക് വരണം, അതുകൊണ്ടാണ് പറ്റാത്തത്. ഇനി തിരിച്ച് എങ്ങനെ തിരിച്ചെന്ന് വെച്ചാൽ, എൻക്വയറി ഓഫീസർ എൻക്വയറി അയാൾ പറയുന്ന സ്ഥലത്ത് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് ഓൺ ഡ്യൂട്ടി ആയിട്ട് പറ്റത്തില്ല. അയാൾ പറയുന്ന സ്ഥലത്ത് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ അതിനെന്ത് ലീവായിട്ട് ട്രീറ്റ് ചെയ്യും? ഡ്യൂട്ടി ലീവാണെങ്കിൽ ശമ്പളം കിട്ടും. കറക്റ്റ്. ഒരാളെങ്കിലും സ്പെഷ്യൽ കാഷ്വൽ ലീവ്, ഒരു നല്ല കയ്യടി കൊടുത്തേ. സ്പെഷ്യൽ കാഷ്വൽ ലീവായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ. എന്തോ? സ്പെഷ്യൽ കാഷ്വൽ ലീവ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു പർപ്പസ് ഇതായതുകൊണ്ട്. പക്ഷേ വേറെ പിന്നെ ക്ലെയിമൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതായത് ട്രാവൽ ജേണി ടി എ എടുക്കാൻ പറ്റില്ല. സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഒരു നിങ്ങളത് പോയ ഒരു ഡ്യൂട്ടി നിങ്ങൾ നിർവഹിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അത് കാഷ്വൽ ലീവും അല്ല ഇതായിട്ട്. ഓക്കെ, എന്തായാലും അത് ഞാൻ പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. പേഴ്സണൽ ഹിയറിംഗ് അതാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻക്വയറിംഗ് അതോറിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് 10B. ഇൻക്വയറിംഗ് അതോറിറ്റി മസ്റ്റ് ബി അപ്പോയിൻറ്റഡ് ബൈ, അത് ഞാൻ പറഞ്ഞതാണ്, പറഞ്ഞു പോയ കൂട്ടത്തിൽ ഇതും കൂടെ പറഞ്ഞു, ഒപ്പിട്ട് വേണം. അതായത് ഡിസിപ്ലിനറി അതോറിറ്റി ഫോർ അപ്രൂവൽ, സോറി 4 എന്ന് വെച്ചിട്ട് ഒപ്പിട്ട് സീനിയർ സൂപ്രണ്ട് കൊടുത്താൽ പോരാ. മനസ്സിലായോ? അതായത് ഡിസിപ്ലിനറി ആക്ഷൻ്റെ എപ്പോഴും ഡിസിപ്ലിനറി അതോറിറ്റി തന്നെ ഒപ്പിട്ടിരിക്കണം. അദ്ദേഹത്തിൻ്റെ പേരും സൈനും വെച്ചിട്ട് തന്നെ ഡേറ്റും വെച്ച് വേണം ഒപ്പിട്ട് കൊടുക്കേണ്ടത്. ഇത് ഞാൻ പറഞ്ഞതാണ്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻക്വയറി ഓഫീസർ അയാളുടെ സ്റ്റാറ്റസ്, അയാൾ ജൂനിയർ ഓഫീസർ ആണോ എന്നുള്ളതൊന്നും ഇമ്മെറ്റീരിയലാണ്. എൻക്വയറി ഓഫീസർ തീരുമാനിക്കുവാണ്, ഡിസിപ്ലിനറി അതോറിറ്റി തീരുമാനിക്കുവാണ് അവിടുത്തെ ജൂനിയർ ഓഫീസറെ തന്നെ ഞാൻ എൻക്വയറി ഓഫീസറായിട്ട് വെക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പറയാൻ പറ്റത്തില്ല, അത് പറ്റത്തില്ല, എന്നെക്കാളും ജൂനിയറാണ്, അതുകൊണ്ട് എൻ്റെ ലെവലിൽ തന്നെയുള്ള ഒരു ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എൻക്വയറിംഗ് അതോറിറ്റിക്ക് മോഡിഫൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. ചാർജ് മെമ്മോ മനസ്സിലായില്ല? അതായത് എന്നെ എൻക്വയറി ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു ഡിസിപ്ലിനറി അതോറിറ്റി. ചാർജ് മെമ്മോ ആരാണ് കൊടുക്കുന്നത്? ഡിസിപ്ലിനറി അതോറിറ്റിയാണ് കൊടുക്കുന്നത്. ഡിസിപ്ലിനറി അതോറിറ്റി കൊടുത്തു കഴിഞ്ഞ് വെച്ചിട്ട് ആ ചാർജ് മെമ്മോയുടെ അടിസ്ഥാനത്തിൽ ഞാൻ എൻക്വയറി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് നോക്കിയപ്പോൾ ചാർജ് ശരിയല്ല. ഈ പറഞ്ഞ നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് സ്പെസിഫിക് ആയിരിക്കണം, ഒരേ രീതിയിലുള്ള ഡെലിങ്ക്വൻസി ഒന്നിച്ച് ക്ലബ് ചെയ്യാം എന്നെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും ഡേറ്റ് പറയണം, സ്പെസിഫിക് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വേഗമായിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്തിട്ട് ചാർജ് മെമ്മോ വീണ്ടും അപ്രൂവൽ മേടിച്ചിട്ട്, പക്ഷേ എൻക്വയറി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആകരുത്, അതിന് മുമ്പായിട്ട് ചെയ്യണം. പിന്നെ തീർച്ചയായിട്ടും പോകണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർജ് മെമ്മോ ഒപ്പിടാൻ എൻക്വയറി ഓഫീസർക്ക് അധികാരം ഇല്ല. തയ്യാറാക്കാം, പക്ഷേ അയാളല്ല അത് ഒപ്പിട്ട് കൊടുക്കേണ്ട ആൾ. സാധാരണ ഞങ്ങളുടെയൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻക്വയറി ഓഫീസറായ ഞാൻ തന്നെ ഒപ്പിടും, എന്നിട്ട് ഗെറ്റ് ഇറ്റ് അപ്രൂവ്ഡ് ഫ്രം ദി ഡിസിപ്ലിനറി അതോറിറ്റി. അപ്പോൾ അത് റാറ്റിഫൈ ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കും കൂടെ ബോധ്യം. ആർക്ക് കൊടുക്കും? ഡെലിഗന്റ് ഓഫീസർക്കാ? വെറ്റിനറി ഹോസ്പിറ്റൽ. ഇനി
ഇതെന്താണെന്നറിയോ, ജനറൽ പാർലൻസിലാണ് നിങ്ങളിത് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറയുന്ന ഡിസിപ്ലിനറി ആക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, ഇത് പ്രിലിമിനറി എൻക്വയറിയാണ്. അതായത് വെദർ ദർ ഈസ് എന്താണ് ദർ ഈസ് എനിത്തിങ് എനി സബ്സ്റ്റൻസ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ദ അലിഗേഷൻ. ഇഫ് ഇറ്റ് ഈസ് സോ, വാട്ട് ആക്ഷൻ ടു ബി ഇനിഷ്യേറ്റഡ് ഫർദർ, അതിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് നത്തിങ് കണക്റ്റഡ് വിത്ത് MDP ഓർ മറ്റേത്. മനസ്സിലായ? ഇതിപ്പോൾ എല്ലാ ഓഫീസിലും ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്നുവെച്ചാൽ മേളിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതിനെടുത്ത് താഴെ കൊടുക്കും, താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആളുടെ അടുത്ത് നിങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് ചോദിക്കും, അയാളൊരു മറുപടി എഴുതി കൊടുക്കും, നമ്മളെല്ലാം അതിനെ സ്തുതി പാടി തീർക്കും. അത് തന്നെയാണ് കുഴപ്പം. എന്നാൽ ആ കിട്ടിയ അലിഗേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെ, ഇപ്പോൾ ജോയിൻറ്റ് ഡയറക്ടർക്ക് കിട്ടിയത് അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്, ജോയിൻറ്റ് ഡയറക്ടർക്ക് ഒരു അലിഗേഷൻ കിട്ടിയത് ഒരു കറപ്ഷൻ അല്ലെങ്കിൽ ഒരു മേജർ ഡെലിക്വൻസിയെ കുറിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം, അദ്ദേഹം ഈ ചെയ്ത ആരോപിതനായിട്ടുള്ള വ്യക്തിയുടെ ഡിസിപ്ലിനറി അതോറിറ്റി അദ്ദേഹം ആണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ആണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഡിസിപ്ലിനറി ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാം. എനിക്കിങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ എൻക്വയറി ഓഫീസറായിട്ട് പിന്നെ ഇത് കോട്ട് ചെയ്തിട്ട് KCS ആൻഡ് CCA ചട്ടം കോട്ട് ചെയ്യണം. അതാണ് ഡിസിപ്ലിനറി അതോറിറ്റി. നിങ്ങളുടെ താഴെ ഉദ്യോഗസ്ഥരില്ലേ? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഇല്ലേ, അതിൻ്റെ പിന്നെ ആക്ഷൻ എടുക്കേണ്ട ആരാണ്? ഡിസ്ട്രിക്ട് ഓഫീസർ. അയാൾക്കെതിരെയുള്ള അലിഗേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കിട്ടി. അപ്പോൾ ഡിസിപ്ലിനറി അതോറിറ്റി എന്ന് പറയുന്നത് ശരിക്കും ആരാണ്? ജില്ലാ. ഇത് ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ നേരെ ജില്ലാ ഓഫീസർക്ക് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് സീരിയസ് അലിഗേഷനാണ്. അപ്പോൾ ജില്ലാ ഓഫീസറായ അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിനറി അതോറിറ്റിക്ക് അവിടെ വെച്ച് തന്നെ ചാർജ് മെമ്മോ ഫ്രെയിം ചെയ്യാം, KCS ആൻഡ് CCA ചട്ടം കോട്ട് ചെയ്തിട്ട്. അങ്ങനെ ചെയ്താൽ എന്ത് കഴിഞ്ഞാൽ MDP പ്രൊസീജിയർ ഫോളോ ചെയ്ത് എൻക്വയറി ഓഫീസറെയും വെച്ച്, എന്നിട്ട് ആ പ്രൊസീഡിങ്സിനകത്ത് തന്നെ പറയാം ഇതിന് എൻക്വയറി ഓഫീസറായിട്ട് സോയെ നിയമിച്ച് ഉത്തരവാകുന്നു, സാന്നിധ്യം മറ്റേതൊക്കെ വെച്ചിട്ട് പ്രോപ്പർ പ്രൊസീഡിങ്സ് ചെയ്യണം. അത് ചട്ടം കോട്ട് ചെയ്ത് പറയണം. അതെനിക്കറിയില്ല നിങ്ങളുടെ സിസ്റ്റം. അപ്പം ഒന്നേന്ന് ചെയ്തു. അത് ചെയ്യേണ്ടി വരും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ ആദ്യം ചെയ്യണം, എടുത്തു ചാടി ചെയ്യണതിന് മുമ്പ് ഇതൊക്കെ പല ആവൃത്തി വായിക്കണം. മനസ്സിലായി? രണ്ടും വേണം. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ KCS ആൻഡ് CCA മാത്രം വെച്ച് വായിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങനെയല്ലേ പറയണത്, ഡീറ്റെയിൽഡായിട്ട് ഇപ്പുറത്തെ സൈഡിൽ കിടപ്പുണ്ട് ഓരോന്നും. അത് പരാതിയാണ്. അത് KCS ചട്ടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തരുമ്പോൾ നിങ്ങളാണ് ചെയ്യേണ്ടത് ഇത് KCS ആൻഡ് CCA പ്രകാരമുള്ള പിന്നെ എന്താണ് 15 പ്രകാരം അല്ലെങ്കിൽ 16 പ്രകാരമുള്ള നടപടി സ്വീകരിക്കണം എന്ന് ഡിസിപ്ലിനറി അതോറിറ്റിയെ അറിയിക്കണം. അപ്പോൾ ഡിസിപ്ലിനറി അതോറിറ്റിക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന് അവകാശവും ഇല്ല. അല്ലല്ല, ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ കോണ്ടെക്സ്റ്റ് പ്രിലിമിനറി എൻക്വയറി നടത്തുന്ന സാഹചര്യമാണ്. അതായത് മേളിലുള്ള ഒരു ഡയറക്ടർക്ക് കിട്ടിയ ഒരു പരാതി എടുത്തിട്ട് ഡയറക്ടർ താഴോട്ട് കൊടുത്തു. താഴോട്ട് കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ആവശ്യം. നെസറി എൻക്വയറി ആൻഡ് റിപ്പോർട്ട്, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ആ എൻക്വയറി ആൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻക്വയറി നടത്തിയിട്ട് അത് പ്രിലിമിനറി എൻക്വയറിയാണ്. ആ പ്രിലിമിനറി എൻക്വയറി നടത്തുമ്പം അദ്ദേഹം പറയുവാണ് ഇതിന് ഭയങ്കരമായിട്ടുള്ള ചട്ടലംഘനങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത് മേജർ പെനാൽറ്റി ആസ് പെർ ഇത് പിന്നെ റൂള് KCS ആൻഡ് CCA. അതുകൊണ്ട് അത് ഇനിഷ്യേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹം കൺസിഡർ ചെയ്യും. യെസ്,
sufficient materials are available, then he may order disciplinary action. അത് പ്രൊസീഡിങ്സ് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് ആ പ്രൊസീഡിങ്സിൽ തന്നെ ആരെ എൻക്വയറി ഓഫീസറായിട്ട് അപ്പോയിൻ്റ് ചെയ്തുകൊണ്ട് അതിനകത്ത് തന്നെ പറയും, സോ ആൻഡ് സോ ഈസ് അപ്പോയിൻറ്റഡ് ആസ് എൻക്വയറി ഓഫീസർ ഫോർ ദി ഡിസിപ്ലിനറി ആക്ഷൻ, ഫോർ കണ്ടക്ടിങ് ഡിസിപ്ലിനറി ആക്ഷൻ, സോറി കണ്ടക്ടിങ് എൻക്വയറി. ആ മറ്റൊരാൾ അന്വേഷിക്കും. സ്വീകരിക്കാം. സ്വീകരിക്കാം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇതെന്താണെന്നറിയോ, ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് പ്രശ്നം. ഇനി അടുത്തത്, ആരെങ്കിലും എൻക്വയറിക്ക് ഹാജരാകുന്നില്ല, സ്വാഭാവികമാണ്, നമ്മൾ കേട്ടിട്ടുണ്ട് എക്സ് പാർട്ടി പ്രൊസീഡിങ്സ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണം. ഇനി പാർട്ട് ഹേർഡ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ ഞാനങ്ങ് ഇതൊക്കെ പറയണോ? പാർട്ട് ഹേർഡ് എൻക്വയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസർ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നു, അയാൾ ട്രാൻസ്ഫറായി, എന്ത് ചെയ്യണം? അടുത്ത ആളിന് കണ്ടക്ട് ചെയ്യാം, അതേ ഉള്ളൂ കാര്യം. അതായത് സക്സസർക്ക് കണ്ടക്ട് ചെയ്യാം. പക്ഷേ ഡെലിഗൻ്റ് ഓഫീസർ ഒബ്ജക്റ്റ് ചെയ്യുവാണെങ്കിൽ പറ്റില്ല. ഫ്രഷ് ആയിട്ട് വേറെ ആരെങ്കിലും അപ്പോയിൻറ്റിങ് എന്താണ് എൻക്വയറി ഓഫീസറായിട്ട് വെക്കണം. പിടികിട്ടിയോ? മനസ്സിലായല്ലോ? ഇല്ല. അതായത് ഞാൻ ഒരു എൻക്വയറി ഓഫീസറാണ്, ഞാൻ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ ഒന്നുകിൽ ട്രാൻസ്ഫറായി, അല്ലെങ്കിൽ പെൻഷൻ പറ്റി, അടുത്തത് ഒരാളെ വെച്ചപ്പോൾ ഡെലിഗൻ്റ് ഓഫീസർ പറയാണ്, ഇയാൾ അന്വേഷിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് ശേഷം വന്ന ആൾ, അതാണ് പാർട്ട് ഹേർഡ് എൻക്വയറി പകുതി ആയതേ ഉള്ളൂ, തീർന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ പെൻഷനായിപ്പോയി, അടുത്ത ഒരാളെ ഇദ്ദേഹത്തിനെ നിയമിച്ചു എന്ന് വെച്ചോ. അപ്പോൾ ഡെലിഗൻ്റ് ഓഫീസർ പറയാണ്, ഇദ്ദേഹം ഫെയർ അല്ല, എനിക്ക് വേണ്ട. ആ സമയത്ത് പറ്റും. കാര്യം വെച്ചാൽ ഇപ്പം നിയമിതനായ ആൾ പണ്ട് ഞാനുമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്ന ആളാണ്, അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ റിപ്പോർട്ട് അയച്ചത് ഇദ്ദേഹമാണ്, ഈ പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട്. അതുകൊണ്ട് ഈ അദ്ദേഹം പ്രിജുഡിസ് ആണ്, ബയസ്ഡ് ആണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റണം എന്ന് അദ്ദേഹത്തിന് അവകാശപ്പെട്ടാൽ ഡിസിപ്ലിനറി അതോറിറ്റിക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഡിസിപ്ലിനറി അതോറിറ്റി അതിന് ജസ്റ്റിഫൈ ചെയ്യണം, എന്തുകൊണ്ട് സ്വീകരിച്ചില്ല. മനസ്സിലായോ? ഓർഡറിനകത്ത് തന്നെ പറയണം. കാര്യം ഇയാളെ മനഃപൂർവ്വം ഇത് കാലതാമസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നും അയാൾ അടുത്ത മാസം പെൻഷൻ ആകാനിരിക്കുകയാണെന്നും അതുവരെ നീട്ടിക്കൊണ്ടുപോയി പെൻഷൻ മേടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നും ഇദ്ദേഹം പറയുന്നതിനകത്ത് അദ്ദേഹം ഒരു പ്രിജുഡിസും ഇല്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് ഓവർ റൂൾ ചെയ്യാം. നോർമലി അങ്ങനെ ചെയ്യത്തില്ല. ആക്ഷേപം ഉന്നയിച്ച് കഴിഞ്ഞാൽ വേറൊരാളെ വെക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോടതിയിലൊക്കെ പോകുമ്പോൾ ഇതെല്ലാം വിഷയമാവും, തർക്കിച്ച. ഓക്കെ, അതായത് എൻക്വയറി നടത്തുന്നതിനുള്ള അനാവശ്യ കാലതാമസം ഒഴിവാക്കണം എന്നാണ്. ഹൈക്കോടതി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എനി എൻക്വയറി ഇഫ് ചാർജ് മെമ്മോ ഈസ് സെർവ്ഡ് ഷാൽ ബി കംപ്ലീറ്റഡ് വിതിൻ 6 months ഒന്നുമല്ല, ഇതിനകത്ത് പറയണത് 2 months ആണ്. പക്ഷേ വിതിൻ 6 months എന്ന് കോടതി ഒരു 4 കൂടെ തന്നു എന്നുള്ളതേ ഉള്ളൂ. അറ്റ് എനി കോസ്റ്റ് ഇറ്റ് ഷാൽ നോട്ട് എക്സീഡ് 6 months എന്നാണ് കോടതി വിധിയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇതിനകത്ത് പറയുന്നത് 2 മാസം. ഇത് സൂപ്പർ ആനുവേഷന് പോകുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അവരുടെ എൻക്വയറി എത്രയും വേഗം തീർക്കണം എന്നുള്ളത്. ഓക്കെ, ഇതിനകത്ത് സസ്പെൻഷൻ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഇത് വായിച്ചു നോക്കിയാൽ മതി. തരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. സസ്പെൻഷൻ ഏതൊക്കെ സാഹചര്യത്തിൽ ഒരാളെ സസ്പെൻഡ് ചെയ്യാം, പിന്നെ അതിൻ്റെ രീതി ഏതൊക്കെ ജസ്റ്റിഫൈ ചെയ്യാനിടയാവുന്ന സാഹചര്യം ഏതൊക്കെയാണ്. നേരത്തെ ഇടയ്ക്ക് പറഞ്ഞാണ് ഡീംഡ് സസ്പെൻഷൻ, കസ്റ്റഡി ഫോർ എ പീരീഡ് എക്സീഡിങ് 48 hours. 48 hours മേളിൽ കസ്റ്റഡി ഉണ്ടെങ്കിൽ അതിനെ ഡീംഡ് സസ്പെൻഷൻ എന്ന് പറയും. ഡീംഡ് സസ്പെൻഷൻ ഇനി സസ്പെൻഷനിലുള്ള ആൾക്കാർക്കുള്ള അവകാശമാണ് സബ്സിസ്റ്റൻസ് അലവൻസ്, HRA ആൻഡ് അതർ കോമ്പൻസേറ്റീവ് അലവൻസ് എക്സെട്ര ടു ബി ഗിവൻ. അത് വേറെ കാര്യമൊന്നുമില്ല. ഇനി സസ്പെൻഷൻ റിവ്യൂ,
ആഫ്റ്റർ 6 months ആണ് റിവ്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളുടെ വിഷയമൊന്നുമല്ല. ഇതിനകത്തെല്ലാം എൻക്വയറി ഓഫീസർ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഡിസിപ്ലിനറി അതോറിറ്റി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല. ഫോർമൽ എൻക്വയറിയുടെ പ്രൊസീജിയർ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ്. മൈനർ പെനാൽറ്റി ആണെങ്കിൽ പോലും ഫോർമൽ എൻക്വയറി നടത്താം, തടസ്സമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത റൂൾ പാര 20 പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോയെന്ന് നിങ്ങളിപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരും എൻക്വയറി ഓഫീസറായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നില്ലേ? സംശയം പറഞ്ഞ KCS ആൻഡ് CCA പ്രകാരം അല്ല ചെയ്തത്, ആണോ? ആരും ചെയ്തിട്ടില്ല, അത് മാത്രമേ നടത്തിയിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ KCS ആൻഡ് CCA എന്താണ്, അനിമൽ ഹസ്ബൻഡറിക്കും അഗ്രികൾച്ചറിനും പിന്നെന്താണ് ഇനി ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഇതിനകത്തുണ്ടല്ലേ, ഫിഷറീസും. ഫിഷറിയിൽ KCS ഓക്കെ. KCS ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഇനി അടുത്തത് പ്രസൻറ്റിങ് ഓഫീസർ പാര 20. അതെന്താണ്? PO പ്രസൻറ്റിങ് ഓഫീസർ അല്ലല്ല. പ്രസൻറ്റിങ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു കേസ് പ്രസൻറ്റ് ചെയ്യാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുകൊണ്ട് കോടതിയിലില്ലേ, അതുപോലെ തന്നെ എൻക്വയറി ഓഫീസർ. പിന്നെ എൻക്വയറി ഓഫീസർ ആർക്ക് വേണ്ടിയിട്ടാണ്? ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇനി അയാളുടെ ഭാഗം, അതായത് ഡെലിംഗ്വൻ്റ് ഓഫീസറുടെ ഭാഗത്ത് നിന്ന് അയാൾക്ക് കേസ് പ്രസൻറ്റ് ചെയ്യാൻ മറ്റൊരാളെ വെക്കാം. വക്കീൽ പറ്റും. പക്ഷെ വക്കീൽ പറ്റിയാൽ വേറൊരു കാര്യമുണ്ട്, വക്കീലിനെ അയാൾ വയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനും വേണമെങ്കിൽ വക്കീലിനെ വയ്ക്കാം. ആര് കാശ് കൊടുക്കും? ഒരു വക്കീലിനെ കൊണ്ട് തന്നെ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൗജന്യമായിട്ട് ആരെങ്കിലും ചെയ്യുമെങ്കിൽ അത് പക്ഷെ അവർ വരത്തില്ല, അവർക്ക് വേറെ ഒരുപാട് പണിയില്ലേ, അതുകൊണ്ടാണ് പ്രശ്നം. ആര് കൊടുക്കും? സർക്കാർ ഒന്നാമത് കൈശില്ലാതിരിക്കുന്നു. അത് അയാൾ ആവശ്യപ്പെട്ടാൽ കൊടുക്കണം. അല്ല, അത് പെർമിറ്റ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. കാര്യം വെച്ചാൽ ഞാൻ പറയുവാണ്, എൻ്റെ ഡെലിക്വൻസി പറയാൻ ഞാൻ കോമ്പീറ്റൻ്റ് അല്ല, പക്ഷേ എനിക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഞാനൊരു പ്രസൻറ്റിങ് ഓഫീസറെ എൻ്റെ ചിലവിൽ വെക്കുന്നു. പക്ഷേ ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രസൻറ്റിങ് ഓഫീസറെ വെച്ചാൽ മറ്റേ ആളിൽ നിർബന്ധമായും കൊടുത്തിരിക്കണം. ഇനി പിന്നെ പ്രസൻറ്റിങ് ഓഫീസറെ അനുവദിക്കുന്നില്ലെങ്കിൽ കാര്യകാരണ സഹിതം പറയണം, റിജക്റ്റ് ചെയ്യണം. അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാര്യം നമുക്കൊരു നഷ്ടവുമില്ല. നമ്മൾ വിചാരിക്കണം എന്താ അറിയോ, ഇനി വല്ല വക്കീലിനെയും വിളിച്ചുകൊണ്ട് വരും, പിന്നെ ഇവനെ കൊടുക്കാനുള്ള ശിക്ഷ ഏതിൻ്റെ കാര്യം? രണ്ടാണ്. പ്രതിക്ക് വേണ്ടിയിട്ട്, പ്രതി എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് അദ്ദേഹം ആവശ്യപ്പെടുവാണ്, എനിക്കൊരു പ്രസൻറ്റിങ് ഓഫീസറെ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ പ്രസൻറ്റിങ് ഓഫീസറെ കൊണ്ടുവരും, അനുവദിക്കണം. മറു സൈഡിൽ ഇനി അയാൾ ആവശ്യപ്പെടുന്നില്ല, പക്ഷെ നമ്മളൊരു പ്രസൻറ്റിങ് ഓഫീസറെ വയ്ക്കുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഇത് വലിയ പ്രശ്നമാണ്, ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ശിക്ഷിച്ചേ അടങ്ങത്തുള്ളൂ, അതുകൊണ്ട് ഒരു വക്കീലിനെ അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ അതേ ഫെസിലിറ്റി നമ്മൾ കൊടുക്കണം. കൊടുക്കണം. പിന്നല്ലാതെ അയാൾക്ക് ഗതിയില്ല, വെക്കണ്ടായിരുന്ന നല്ല കാര്യം. അയാൾ വെച്ചാൽ അയാൾ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെ അത് തള്ളണോ കൊള്ളണോ എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. വേണമെന്നില്ല, കോടതിയല്ലല്ലോ ഇത്, നമ്മൾ തന്നെയാണ് കോടതി, എൻക്വയറി ഓഫീസർ തന്നെയാണ് കോടതി. ഓക്കെ. ഇനി ഇതെല്ലാം മേജർ പണിഷ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. പാര 21, ഇനിഷ്യൽ ക്വസ്റ്റ്യൻ ടു ബി റെക്കോർഡഡ്
ടു ബി പുട്ട് ബിഫോർ ഡെലിംഗ്വൻ്റ് ഓഫീസർ ബിഫോർ പ്രൊസീഡിങ് ഫർദർ വിത്ത് ദ എൻക്വയറി. അതാണ് പാര 21 ഒരാൾ ഒരു എൻക്വയറി ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം അയാൾ ആദ്യം എൻക്വയറി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കണം. അത് ആ പാര 21 തന്നെ ആ ചോദ്യം എന്താണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ എന്നെ എൻക്വയറി ഓഫീസറായിട്ട് നിയമിച്ചിട്ടുണ്ട്, ഞാൻ എൻക്വയറി നടത്തുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? എങ്കിൽ മാറണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനഃപൂർവ്വമാണെന്ന് പറയണം. ഏതിനെയും തിരിച്ചു പറയാനുള്ള ഗ്രൗണ്ട് വേണം. ചുമ്മാ ഒരാൾക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതെല്ലാം നിങ്ങൾക്കെല്ലാം സംശയം ഭയങ്കരമായിട്ടാണ്. അതുകൊണ്ടല്ലേ എല്ലാം ഇങ്ങനത്തെ നെഗറ്റീവാണ്. നമ്മൾ പോസിറ്റീവായിട്ട് വേണ്ടി, എന്നിട്ട് ഞാൻ പറയണ പോസിറ്റീവ് അംഗീകരിക്കണില്ലല്ലോ. അടുത്തത് പാര 22. പാര 22 എന്ന് പറയുന്നത് ഓരോ സാക്ഷിയും വിസ്തരിച്ച് കഴിയുമ്പം അവരെ എങ്ങനെ ക്രമപ്പെടുത്തണം. PW1 PW2 എന്ന് പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാരെ PW1 PW2 എന്ന് പറഞ്ഞു വെച്ചിട്ട് ലിസ്റ്റ് ചെയ്ത് പോകണം. ഒന്നാമതായിട്ട് കണ്ടു ചോദിക്കുന്ന ആളിനെ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് അയാളെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ആ വിവരം അതെല്ലാം അടങ്ങുന്നതാണ് PW1 സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞ് വെച്ചിട്ട് രണ്ടാമത് വീണ്ടും ഒരാളെ വിസ്തരിക്കുന്നുണ്ടെങ്കിൽ അത് PW2. അതുപോലെ ഡിഫൻസിൻ്റെ സൈഡിൽ നിന്ന് വിസ്തരിക്കുന്നത് DW1 DW2 സാക്ഷികളെ. റെക്കോർഡുകളാണെങ്കിൽ ഇതുപോലെ എക്സിബിറ്റ് എന്ന് പറയും, അത് P1 P2 P3 P4. മറ്റേതിനെ ഡിഫൻസിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ തെളിവുകൾ എടുക്കുന്നോ അതിനെ D1 D2 D3 D4 എന്ന് പറഞ്ഞിട്ട് ചെയ്യണം. അതൊക്കെ ഇതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞു. ഇനി ഓടിക്കും. അല്ലേ, സാക്ഷികളെ അറിയിക്കണം. മറ്റേ ശരി. അതായത് സെയിം പ്രൊസീഡിങ്സ്. പിന്നെ ആരെ സാക്ഷിയെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോടതിയിൽ സമൻസ് കൊടുക്കും അല്ലേ, അതുപോലെ സാക്ഷിക്ക് വിവരം അറിയിച്ചിരിക്കണം. നിർബന്ധമായും പ്രതിയെയും അറിയിച്ചിരിക്കണം. അതായത് സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രതിയെ അറിയിച്ചിരിക്കുന്നത് നിർബന്ധമായും അക്നോളജ് ചെയ്ത് മേടിക്കണം, ഡേറ്റ് സഹിതം. ഓക്കെ, പക്ഷേ സാക്ഷിക്ക് വേണ്ട. സാക്ഷിയെ അറിയിച്ചാൽ മാത്രം മതി. ഓർഡിനറി വന്നില്ലെങ്കിൽ ഡിസ്പെൻസ് ചെയ്യാം, അയാൾ വന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പ്രതി വന്നില്ലെങ്കിൽ നമ്മൾ അറിയിച്ചില്ല എന്നുള്ള ക്ലെയിം എടുക്കും. അപ്പോൾ സാക്ഷി വന്നാലും വിസ്തരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒഴിവാക്കാനാണ് പ്രതിക്കെപ്പോഴും അക്നോളജ്മെൻറ്റ്, ടൈം, പിന്നെ ഡേറ്റ് ഇതെല്ലാം പറഞ്ഞിട്ട് വേണം എന്ത് കൊടുക്കാൻ, നോട്ടീസ് കൊടുക്കാൻ. സാക്ഷിക്കാണെങ്കിൽ നിങ്ങൾ ഇത്രാം തീയതി ഇന്ന എൻക്വയറിക്കായിട്ട് ഹാജരാകണം എന്ന് പറഞ്ഞിട്ട് സാധാ നോട്ടീസ് കൊടുത്താൽ മതി. അയാൾ അക്നോളജ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ബട്ട് ബെറ്റർ ടു ഗെറ്റ് ഇറ്റ് അക്നോളജ്ഡ്. ഇത് ബെറ്ററാണ്, നിർബന്ധമില്ല. അതെന്താണെന്നറിയാം, ചിലപ്പം പരാതിക്കാരൻ ചിലപ്പം ഭാവിയിൽ ഉന്നയിക്കും, ഇത് അവരെല്ലാവരും കൂടെ ഒത്തുകളിച്ച് വെച്ചിട്ട് എന്നെ അറിയിക്കുകയോ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബെറ്റർ ഗെറ്റ് ഇറ്റ് അക്നോളജ്ഡ് ഫ്രം ദി വിറ്റ്നസ് ഓൾസോ എന്ന് പറഞ്ഞത്. അല്ലല്ല, അങ്ങനെ പറയണില്ല. ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് വന്നില്ലെങ്കിൽ വരികയും വരാതിരിക്കുന്നത് അയാളെ ഇഷ്ടം. ആരെ വേണ്ട, അയാൾ വന്നില്ലല്ലോ. അയാൾ അക്നോളജ് ചെയ്തു എന്ന് നമുക്ക് 2 തവണ അവസരം കൊടുത്തു, അയാൾ വന്നില്ല, പിന്നെ അയാൾ ഗീവ് അപ്പ് ചെയ്യാം, വിസ്തരിക്കണം എന്നില്ല. കാരണം പക്ഷേ ഇതെല്ലാം PR മിനിറ്റ്സ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഉണ്ടാവണം. ഓക്കെ, ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വിറ്റ്നസസ് ഹാഡ് ഓൾറെഡി റെക്കോർഡഡ് നീഡ് നോട്ട് ബി ടേക്കൺ അഗെയിൻ, ബട്ട് ഇറ്റ് ഷുഡ് ബി റെഡ് ഓവർ ടു ദ വിറ്റ്നസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡെലിംഗ്വൻറ്റ്. ഡെലിംഗ്വൻറ്റിൻ്റെ സാന്നിധ്യം ഏത് സാക്ഷിയെ വിസ്തരിച്ചാലും ഉണ്ടായിരിക്കണം. അയാൾ ക്രോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അയാൾ ക്രോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള വിവരം PR മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും വേണം. അയാൾ എനിക്ക് പറയാം, പണിഷ്മെൻറ്റ് റോളിൻ്റെ മിനിറ്റ്സ് അവസാനത്തെ ഉണ്ടാവണം. അതായത് സാക്ഷിയെ വിസ്തരിക്കുമ്പം അയാൾക്ക് ക്രോസ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഉണ്ടാവണം. അല്ലെങ്കിൽ എന്ത് ഫെയർ? അതെ, നിങ്ങൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു വെച്ചിട്ട് മാറ്റി നിർത്തിയിട്ട് രഹസ്യ കൂടിക്കാഴ്ചയൊന്നും പറ്റത്തില്ല. ഫെയർ ആയിരിക്കണം. വഴക്കുണ്ടാക്കും. അങ്ങനെയാണ്. അതൊന്നും പറ്റും. അതങ്ങനെ പറ്റും.
അതാണ് ഫെയർ. അവിടെയാണ് എൻക്വയറി ഓഫീസറുടെ റോള്. എന്താ അറിയാമോ? ഒന്നും ചോദിക്കത്തില്ല. നമുക്കറിയാം, ഞങ്ങളൊക്കെ സ്ഥിരം ചെയ്യുന്നതല്ലേ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മേലുദ്യോഗസ്ഥനെതിരെ ഒരു കീഴുദ്യോഗസ്ഥൻ പറയുമോ? ഇതല്ലേ വിഷയം. നേരത്തെ പ്രിലിമിനറി എൻക്വയറിയിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു വെച്ചിട്ടില്ലേ? ഇയാൾ വരുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, അത് വായിച്ചങ്ങ് കേൾപ്പിക്കുന്നു. ഇത് നിങ്ങൾ കൊടുത്ത മൊഴിയാണോ? ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോദ്യമൊന്നുമില്ല. പിന്നെ അയാൾക്ക് ക്രോസ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അപ്പോൾ അയാൾ കുറേ ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിക്കുമ്പം അതുകൊണ്ട് ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. എൻക്വയറി ഓഫീസർക്ക് വേണമെങ്കിൽ ആ ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല എന്ന് പറയാം. മനസ്സിലായോ? അതായത് വ്യക്തിഹത്യ നടത്തുന്ന ചോദ്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല. അത് പറയണം, ഞാൻ സമ്മതിച്ചില്ല, അയാൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചു, ഞാൻ അനുവദിച്ചില്ല, കാരണം ഇതുമായിട്ട് റെലവൻ്റ് അല്ല എന്ന് നമ്മൾ ഓവർ റൂൾ ചെയ്യണം. ഇനി ഒരു പ്രതി, അല്ലെങ്കിൽ ഇവിടെ പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിംഗ്വൻ്റ് ഓഫീസർ എന്ന് വിചാരിച്ചോണം. പ്രതി അയാൾ ക്രോസ് ചെയ്യുന്നില്ല. എന്താ കാര്യം? ഇയാൾ പറഞ്ഞ മൊഴിയെല്ലാം ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് തന്നെയാണ് എന്നെ ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല, തീർന്നു. ഇപ്പോൾ ക്രോസ് ചെയ്യുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. ഇയാൾ പറഞ്ഞതെന്താ? നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് എൻ്റെ കയ്യിൽ നിന്ന് 1,00,000 രൂപ മേടിച്ചു, ഞാൻ ഗൂഗിൾ പേ വഴി ചെയ്തു കൊടുത്തു, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ ഈ മൊഴി വായിച്ച് നോക്കുമ്പം, എൻക്വയറി ഓഫീസർ വായിച്ച് നോക്കുമ്പം, ഗൂഗിൾ പേ വഴി ഞാൻ നേരത്തെയുള്ള പ്രിലിമിനറി എൻക്വയറിയിലെ മൊഴി ഗൂഗിൾ പേ വഴി എന്നിൽ നിന്നും പിന്നെ ഈ ഉദ്യോഗസ്ഥൻ ക്ലാർക്ക് കാശ് കൈപ്പറ്റി എന്നേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ മൊബൈൽ നമ്പർ ഇത്രയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗൂഗിൾ പേ വഴിയുള്ള നിങ്ങളുടെ അക്കൗണ്ട്, അതായത് എൻക്വയറി ഓഫീസർക്ക് ഒന്നുകൂടെ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കുക. എങ്ങനെയാണ്? ഈ ഗൂഗിൾ പേ ഉള്ള നമ്പർ നിങ്ങളുടെ പേരിലെടുത്ത കണക്ഷനാണോ? ക്വസ്റ്റ്യൻ റെലവൻ്റ് അല്ലേ? 2. അപ്പോൾ അയാൾ പറയും, അല്ല, എൻ്റെ ഭാര്യയുടെ പേരിലുള്ള കണക്ഷനാണ്. അത് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, നിങ്ങൾ ഇത് ഈ ഭാര്യയുടെ പേരിലുള്ള കണക്ഷൻ നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? റെലവൻ്റാണ്. എന്താ കാര്യം? നമ്മൾ ഫെയർ ആയിരിക്കണം. എന്താ കാര്യം? അവനെന്തിനാണ് ഭാര്യയുടെ കണക്ഷൻ എടുത്ത് വെച്ചിട്ട് ഗൂഗിൾ പേ എടുക്കേണ്ട കാര്യം? അല്ലേ? റെലവൻ്റാണ് ചോദ്യം. അതായത് അയാളെ ഇൻറ്റഗ്രിറ്റി ശരിയല്ലെന്നാണ് നമ്മുടെ ഉദ്യോഗസ്ഥൻ നല്ലവനാണെങ്കിൽ. പക്ഷേ കൈക്കൂലി മേടിച്ചവൻ നല്ലവനാണെന്ന് ഞാനൊരിക്കലും പറയത്തില്ല. പക്ഷേ ആ സാഹചര്യം നമ്മൾ കൊണ്ടുവന്നാൽ ഫെയറാണ്. അത് എൻക്വയറി ഓഫീസർക്ക് ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ റെലവൻ്റ് ആയിട്ടുള്ളത് പിടികിട്ടിയോ? അത് എൻക്വയറി ഓഫീസർ ചോദിക്കുന്ന ചോദ്യം. അത് നമ്മുടെ അല്ല, അതിനകത്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പറയുന്നതിനെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിത് എൻക്വയറി നടത്തി വരുമ്പോഴത്തേക്ക് ഇതെന്തോ കള്ളത്തരം ഉണ്ടെന്ന് നമുക്ക് തോന്നി. അപ്പോൾ ഇത് റെലവൻ്റ് ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ചോദിക്കാമെന്നേ പറഞ്ഞുള്ളൂ. നമ്മളതൊന്നുമല്ല, ഇത് കാശ് മേടിച്ചതെന്ന് നമ്മൾ മുൻവിധിയിൽ തന്നെ ആദ്യമേ അങ്ങ് പോവുകയാണെങ്കിൽ ഒരു ചോദ്യവും ചോദിക്കേണ്ട. ഓക്കെ. പിന്നെ പാര 24, ഇത് ഒരു വലിയ കാര്യമാണ്. അതായത് ക്രോസ് എക്സാമിനേഷൻ പ്രൈവറ്റ് വ്യക്തികൾക്ക് അനുവദിക്കാൻ പാടില്ല. പ്രൈവറ്റ് വ്യക്തികളെ ക്രോസ് എക്സാമിൻ ചെയ്യാൻ നോ പ്രൈവറ്റ് പേഴ്സൺ ഷാൽ ബി അലൗഡ് ടു ക്രോസ് എക്സാമിൻ ദി അക്യൂസ്ഡ്. അതായത് ഇവിടെ അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവൻറ്റിനെ ക്രോസ് എക്സാമിൻ ചെയ്യാൻ ആരെ അനുവദിക്കാൻ പാടില്ല? പ്രൈവറ്റ് വ്യക്തികളെ. പ്രൈവറ്റ് വ്യക്തി എന്ന് വെച്ചാൽ പരാതിക്കാരൻ സിവിലിയനായിരിക്കും. അയാൾ പറയുവാണ്, സാറേ എനിക്ക് 2 ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണെന്നറിയാമോ? സാറേ ഇപ്പോൾ കണ്ടാന്ന് ചോദിക്കാനായിരിക്കും. ഇത് നമ്മൾ അനുവദിക്കാൻ പാടില്ല എൻക്വയറി ഓഫീസർ. പകരം നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന് എൻക്വയറി ഓഫീസർ ചോദിക്കണം. അത് റെലവൻ്റ് ആണെങ്കിൽ എൻക്വയറി ഓഫീസർ അയാളോട് ചോദിക്കണം, പബ്ലിക് സർവൻറ്റിനോട്. മനസ്സിലായോ? ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടും പോകുന്നു. അത് നമുക്ക് പിന്നെ പറയാവേ. പാര 26, all deposition shall be certified to the effect that. ഇത് പാര 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊഴി എടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ എഴുതേണ്ടത് എന്താണെന്നാണ്. ഇതെല്ലാം അതിനകത്തുള്ളതാണ്. ഞാനൊന്നും പുതുതായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടിട്ടില്ല. പിന്നെ ഇത് പറയുക എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയും. പാര 26 എല്ലാ ഡിപ്പോസിഷൻ്റെ അടിയിൽ ഞാനാണ് റെക്കോർഡ് ചെയ്തതെന്നും അത് ബോധ്യപ്പെട്ടിട്ടാണ്
എന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. ഓക്കെ, 3 പേരും സൈൻ ചെയ്യണം. അതാണ് ഇവിടെ പ്രധാന കാര്യം. എൻക്വയറിയിൽ ഡെലിംഗ്വൻ്റ് ഓഫീസർ സൈൻ ചെയ്യണം ഈ മൊഴിയുടെ അടിയിൽ. അതുപോലെ തന്നെ പിന്നെ എന്താണ്, ഡെലിംഗ്വൻ്റ് ഓഫീസർ, പിന്നെ മൊഴി തന്ന ആൾ, 3 പേര് സൈൻ ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ പ്രിലിമിനറി എൻക്വയറിയിൽ ഒറ്റ ഒരാളേ ഉള്ളൂ, തന്ന ആൾ മാത്രമേ ഉള്ളൂ ഇല്ലേ? ഇവിടെ വ്യത്യാസം ഇതാണ്, 3 പേരും സൈൻ ചെയ്തിരിക്കണം. ഓക്കെ, അത് വേണം. ഇത് ഞാൻ പറഞ്ഞതാണ്, എക്സിബിറ്റ് P1 P2. പിന്നെ ഡിഫൻസ് വിറ്റ്നസ് ആണെങ്കിൽ അത് എങ്ങനെ, ഇനി പാരാ 30 ഡിഫൻസിനെ കുറിച്ചിട്ടുള്ളതാണ്. ഡിഫൻസ് വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഏതൊക്കെ അഡ്മിറ്റ് ചെയ്യണം, ഏതൊക്കെ അഡ്മിറ്റ് ചെയ്യണ്ട എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും രേഖ അയാൾ, ഇതെല്ലാം പ്രോസിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം കഴിഞ്ഞു. നമ്മുടെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മോ ഓഫ് ചാർജിനുള്ള സാക്ഷികളും രേഖകളും എല്ലാം മാർക്ക് ചെയ്ത് വിസ്താരം പൂർത്തിയായി. ഇനി അടുത്തതുള്ളത് ഡിഫൻസിനെ കേൾക്കുക എന്നുള്ളതാണ്. കോടതിയുടെ അതേ പ്രൊസീജിയർ. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ പ്രതി പറയും എനിക്ക് ഈ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്വയറി അവിടെ തീർന്നു. പക്ഷേ അയാൾ പറയുവാണ് എനിക്ക് ഇനിയും പറയാനുണ്ട്, അതിൻ്റെ രേഖകളും സാക്ഷികളെയും ഞാൻ ഹാജരാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്തിട്ട് അയാളിൽ നിന്ന് ഒപ്പുവിട്ട് മേടിച്ചിട്ട് അയാൾ പറയുന്ന ഞാൻ ഒരാഴ്ചയ്ക്ക് അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം സമയം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. മനസ്സിലായോ? കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ഇനി അയാൾ ഹാജരാക്കാമെന്ന് പറയുന്ന തെളിവുകളും സാക്ഷികളും തെളിവിലേക്ക് എടുക്കേണ്ടതല്ല എന്ന് എൻക്വയറി ഓഫീസർക്ക് ബോധ്യമാണെങ്കിൽ, ഇതുമായിട്ട് യാതൊരു പ്രസക്തിയും ഉള്ളതല്ല എന്നുണ്ടെങ്കിൽ അനുവദിക്കേണ്ടതില്ല. പക്ഷേ കാരണം എഴുതിയിരിക്കണം. എന്തുകൊണ്ട് ഞാൻ അനുവദിച്ചില്ല? ഇത്രയും കേട്ടപ്പോൾ നിങ്ങളുടെ മുഖത്ത് നിന്ന് കാണുന്ന ഇത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഇത് ഞങ്ങൾ ചെയ്യാൻ പോണെങ്കിലല്ലേ ഉള്ളൂ, ഇല്ലേ? അങ്ങനെയാണ്. ഇതെല്ലാം പഠിച്ചു വെച്ചിട്ട് ഒരാളെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഓക്കെ, അത് പറയാം. ഒരു നല്ലൊരു ചോദ്യം ഇതിനിടയ്ക്ക് ചോദിച്ചു, പരാതിക്കാരനെ ചോദിക്കണോ അല്ലേ? പരാതിക്കാരൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിലിമിനറി എൻക്വയറിയിൽ, ഇനിയിപ്പോൾ അയാൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഫോർമൽ എൻക്വയറിക്ക് ഏതൊക്കെ സാഹചര്യമാണെന്ന്. പരാതി റിട്ടേണായിട്ട് തന്ന ഒരു പരാതിയാണെങ്കിൽ ആ പരാതിക്കാരനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല. പക്ഷേ അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. അഡ്മിറ്റ് ചെയ്ത് വെച്ചിട്ട് അയാളെ വിളിക്കേണ്ട സാഹചര്യമില്ല. പക്ഷെ അതേസമയം ഡെലിംഗ്വൻ്റ് ഓഫീസർ പറയുവാണ് ഈ ആരോപണങ്ങളെല്ലാം തെറ്റാണ്, എനിക്ക് പരാതിക്കാരനെ ക്രോസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിപ്പിക്കണം. ബെറ്റർ ഇഷ്യൂ എ നോട്ടീസ്. അപ്പോൾ അയാൾ വന്നില്ലെങ്കിൽ 2 തവണ നോക്കിയിട്ട് വിട്ടേക്കുക. കാര്യം അയാൾ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും ഫേവറബിൾ ആർക്കായിരിക്കും? ഡെലിംഗ്വൻ്റ് ഓഫീസർക്കായിരിക്കും. പക്ഷേ അങ്ങനെ വെച്ചിട്ട് പ്രിജുഡീസോടുകൂടി തീരരുത്. ആദ്യം പറഞ്ഞ മൊഴിക്ക് ഉപോത്ബലകമായ തെളിവുകൾ മറ്റ് സാക്ഷികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാഹചര്യം അതിനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിനെയാണ് പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് എൻക്വയറി ഓഫീസർ ഇയാളെ കുറ്റക്കാരനാണെന്ന് പറയാം. അത് പറയുന്നതാണ് ഇവിടെ എവിഡൻസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് തുടർന്നുള്ള പാരഗ്രാഫുകളിലുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫൻസിൻ്റെ കാര്യം നാളെയാണ്. ഓക്കെ, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് വേണ്ടല്ലേ? അല്ലേ, ഇന്നല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നാളെ എന്നെ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് സാറ് ഈ ആവശ്യമില്ലാത്ത ഓരോ ടോപ്പിക് ഇട്ടിട്ട് എനിക്ക് തന്നെ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റണില്ല.